ആദ്യമായിട്ട് നമുക്ക് പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ആദ്യം പ്രിൻസിപ്പിൾസ് ഓഫ്, അപ്പോൾ നമ്മൾ ഈ ഒരു IEO ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന്റെ സിലബസ് നമ്മൾ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇലക്ട്രിക്കൽ സെഷനിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ വെയിറ്റേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്സ് ടോട്ടൽ ആയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നാണ്. ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതായത് IEOയുടെ സിലബസ് ആണ്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടാണ്. അപ്പൊ നമുക്കറിയാം IEO എന്ന് പറയുന്ന പോസ്റ്റ്, അതായത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ബിടെക് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബേസിക്സ് എല്ലാ ബിടെക് ബ്രാഞ്ചസിനെ നമുക്ക് പഠിക്കണം. ലൈക്ക് സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആയതുകൊണ്ട് കുറച്ച് ഇൻഡസ്ട്രി, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളും പഠിക്കാനുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിന്റെ സിലബസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ ബേസിക്സ് പഠിക്കാറുണ്ടല്ലോ, ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ആ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയർ വേണ്ട ബേസിക് നോളജ് മാത്രം മതി ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മുടെ ബ്രാഞ്ച് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ബാക്കി ബ്രാഞ്ചസ് കൂടെ പഠിക്കാൻ ശ്രദ്ധിക്കാം. സോ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിന്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിനകത്ത് നമുക്ക് വരിക ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ആദ്യം ബ്രിക്ക് ആണ്. ബ്രിക്കിന്റെ പല വെറൈറ്റീസ്, അതായത് നിങ്ങൾ ബ്രിക്ക് തന്നെ പല ഷേപ്പിലൊക്കെ കാണുമല്ലോ, അതുപോലെ തന്നെ അതിന്റെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമുക്ക് ഒരു ഗുഡ് ബ്രിക്ക് ആണെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. ദെൻ സിമെന്റിന്റെ വേരിയസ് ടൈപ്പ് ഓഫ് സിമെന്റ്, അതായത് ഇപ്പൊ കളറായിട്ടുള്ള സിമെന്റ് ഉണ്ട് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, വൈറ്റ് സിമെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിമെന്റിന്റെ പല വെറൈറ്റീസ്, അത് ചില കമ്പണൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് ഈ ഒരു വേരിയേഷൻസ് വരിക. പിന്നെ നമുക്ക് എല്ലാ തരത്തിലും ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും ഒരേ സിമെന്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഗ്രേഡ് ഓഫ് സിമെന്റിന്റെ ഗ്രേഡ്, അതായത് സിമെന്റിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട്, സിമെന്റിന് എത്രത്തോളം കട്ടിയാകുമ്പോഴത്തേക്ക് സ്ട്രെങ്ത് കിട്ടുന്നുണ്ടോ അത് വെച്ചിട്ടാണ് ഗ്രേഡ് പറയുക. അതിന്റെ യൂസസ്. ദെൻ സ്റ്റീല് നമുക്കറിയാം, നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ സ്റ്റീൽ ഇട്ടിട്ട് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ സ്റ്റീലിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതുപോലെ തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ബാർസ്, ഈ ബാറായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് എന്തൊക്കെ ടൈപ്പ് ആണുള്ളത്. സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ്, അതായത് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഷേപ്പിലുണ്ടാവും. അതായത് നിങ്ങൾ ബ്രിഡ്ജിന്റെ അടിയിലൊക്കെ I ഷേപ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ H ഷേപ്പിലുണ്ട്. അപ്പൊ പല ഷേപ്പിൽ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ സ്റ്റീൽ സെക്ഷൻസ് ഉണ്ടാവും. അതായത് ചാനൽസ് ഇതുപോലെ നമുക്ക് C ഷേപ്സിൽ ഉണ്ടാവും, അത് ചേർത്തിട്ട് H ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ പല ഷേപ്പിൽ, അതുപോലെ തന്നെ ഒരു ആംഗിൾ ഷേപ്പ് ഉണ്ടാവും. അതാണ് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസിൽ വരിക. ദെൻ നമുക്ക് അഗ്രിഗേറ്റ്സ്, അതായത് നമ്മുടെ സ്റ്റോൺ പീസസ് ആണ്, അത് സ്റ്റോൺ ആവാം, മണ്ണാവാം. അതായത് നമ്മൾ സാൻഡിനെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും, ഇച്ചിരി വലിയ കല്ലിന്റെ പീസസിന് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്നും പറയും. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയും. ടൈപ്സ്, റിക്വയർമെന്റ്സ്, പിന്നെ കോൺക്രീറ്റ് വരുമ്പോഴത്തേക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അതും കോൺക്രീറ്റിന്റെ ഒരു ക്യൂബ് നമ്മൾ ഉണ്ടാക്കി, ക്യൂബ് ഷേപ്പിലുള്ളൊരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കി അത് പൊട്ടിച്ചിട്ട് അതിന്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രേഡും പറയാറ്. ഓക്കെ, ദെൻ വാട്ടർ സിമെന്റ് റേഷ്യോ എന്താണ്, വർക്കബിലിറ്റി എന്താണ്, നമ്മൾ കോൺക്രീറ്റിന്റെ മാനുഫാക്ചറിങ്ങിന്റെ പ്രോസസ്സസ് ആണ് ഈ പറയുന്നത്. മിക്സിങ്, മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്തെടുക്കുക, ബാച്ചിങ് എന്ന് പറഞ്ഞാൽ വെയിറ്റിൽ എടുക്കുക, ദെൻ കോമ്പാക്ഷൻ, ക്യൂറിങ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസിൽ വരിക. ഇനി നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ പല പാർട്സ് ഉണ്ട്. അതായത് കുറച്ച് ഭാഗം നമുക്ക് താഴേക്കാണ്, ലൈക്ക് അതിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ വരുന്ന പാർട്ട്, അതിനാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൗണ്ടേഷന്റെ മുകളിലേക്ക് നമ്മുടെ കാണുന്ന ആ ഒരു ഭാഗം, അതിനാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ആണ് പറയുക, താഴെ നിന്നാണ് തുടങ്ങുക. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്: സ്പ്രെഡ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, റാഫ്റ്റ്, പൈൽ ആൻഡ് വെൽ ഫൗണ്ടേഷൻ. ഇതെല്ലാം ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. അതായത് നമ്മൾ ഒരുപാട് ആഴത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്താൽ ഡീപ്പ് ഫൗണ്ടേഷൻ എന്നും, മുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ ഷാലോ ഫൗണ്ടേഷൻ എന്നും പറയും. അപ്പൊ ഇതനുസരിച്ച് അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടിക വെച്ചിട്ട് ചുമര് കെട്ടത്തില്ലേ, അതിനൊക്കെയാണ് ഈ മേസണറി. അതായത് റബ്ബിൾ മേസണറി എന്ന് പറഞ്ഞാൽ കല്ലിന്റെ പീസസ് വെച്ചിട്ടുള്ളത്. കല്ലിന്റെ പീസ് തന്നെ ഒരേ ഷേപ്പല്ല, പല ഷേപ്പിലുള്ള നമുക്ക് റാൻഡം ആയിട്ടുള്ള ഇങ്ങനെ ഉള്ള പീസസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് റബിൾ മേസണറി. പിന്നെ ബ്രിക്സ് വെച്ച് ചെയ്ത ബ്രിക്ക് മേസണറി. ആ ബ്രിക്ക് മേസണറിയിൽ നമ്മൾ ബ്രിക്സ് അടുക്കി വെക്കുന്ന ഓരോ ഫോർമേഷൻ ഉണ്ട്, അതാണ് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ബ്രിക്ക് വോളിന്റെ പഠിച്ചാൽ മതി. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, ഇനി അടുത്ത നമുക്ക് സർവേയിങ് ആണ്. സർവേയിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിനകത്ത് ചെയിൻ സർവേയിങ്, നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ചെയിൻ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചെയിൻ സർവേയിങ് ഉണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫീൽഡ് വർക്ക്, നമ്മൾ ഫീൽഡിൽ ചെയ്ത വർക്ക് ബുക്കിനകത്ത് എഴുതിയെടുക്കും. ആ ബുക്കിനാണ് നമ്മൾ ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത്. അത് വെച്ച് എങ്ങനെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാം, സർവേ സ്റ്റേഷൻസ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അതുപോലെ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയ, അതായത് ഏരിയ കാൽക്കുലേഷൻ ഇഷ്ടം പോലെ യൂണിറ്റ് ഉണ്ട്. നമുക്ക് തന്നെ അറിയാം എന്താണ്, നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ സ്ക്വയറിൽ പറയാം, സെന്റിമീറ്റർ സ്ക്വയറിൽ പറയാം, അതുപോലെ തന്നെ ഏക്കറിൽ പറയാം. അപ്പം ഈ കൺവേർഷൻ എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ബെഞ്ച് മാർക്ക് എന്താണ്, ഫണ്ടമെന്റൽ ബെഞ്ച് മാർക്ക് ഒക്കെ നമുക്ക് പിന്നെ ലെവലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളതാണ്. ദെൻ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് GPS. GPS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് GPS ഇൻ റിസോഴ്സ് സർവേ, സർവേയിൽ നമ്മൾ എങ്ങനെ GPS ഉപയോഗിക്കാൻ പറ്റും. മാപ്പിംഗ് ആൻഡ് നാവിഗേഷൻ, ഇൻട്രൊഡക്ഷൻ ടു GIS, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, GISലേക്കുള്ള ആപ്ലിക്കേഷൻസ്, അതായത് മോഡേൺ സർവേയിൽ നമുക്ക് GIS എങ്ങനെ ഉപയോഗിക്കാം. ദെൻ ടോട്ടൽ സ്റ്റേഷൻ, ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, ഡിസ്റ്റമാറ്റ്, ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് സർവേയിങ് മെത്തേഡാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിൽ പഠിക്കാനുള്ള. അപ്പൊ നമ്മുടെ സിലബസിൽ അവര് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ആദ്യം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കണം. അതിനുശേഷം നമുക്ക് ഒരു വേജ് പേയ്മെന്റ് സിസ്റ്റത്തെ പറ്റി നമുക്ക് പഠിക്കണം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് എ ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇതിലൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നോക്കുന്ന ടോപ്പിക്കുകൾ, അതിന്റെ ഹെഡിങ് എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് പറയുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്, ക്വാളിറ്റി എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്, ഡയമെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കണം. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് IO എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ് പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, ഓരോ ടെക്നിക്കുകളിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കണം. അതിനുശേഷം നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ്, മാനേജ്മെന്റിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകൾ ഏതൊക്കെയാണ് എന്നത് നമുക്ക് നോക്കണം. ദെൻ മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് മെറ്റീരിയൽ മാനേജ്മെന്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഏതൊക്കെയാണ്, സ്റ്റോഴ്സ് മാനേജ്മെന്റ്, അതിന്റെ കൺസെപ്റ്റുകളൊക്കെ തന്നെ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ദെൻ അതിനുശേഷം നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ടോപ്പിക് നമുക്ക് പഠിക്കണം. അവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഒബ്ജക്റ്റീവ്, പ്ലാനിങ് ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ്, കൺട്രോൾ ചാർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നത് നമുക്കറിയാം. നമ്മൾ വർക്ക് സ്റ്റഡി എന്ന് പറയുന്നതിന് നമ്മൾ രണ്ടായിട്ട് പറയുകയാണ്, മെത്തേഡ് സ്റ്റഡിയും അതേപോലെ തന്നെ വർക്ക് മെഷർമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ മെത്തേഡ് സ്റ്റഡിയാണ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെത്തേഡ് സ്റ്റഡി ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ദെൻ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷനും കൺട്രോൾ ചാർട്ടുകളെ പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തണം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ അവർ ഹെഡിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഓരോ കണ്ടന്റിൽ നിന്നും നമ്മൾ മെത്തേഡ് സ്റ്റഡി എടുത്താലും അല്ല പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക് എടുത്താലും പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എടുത്താലും, അപ്പോൾ സിലബസിൽ ഈ ഒരു പേര് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലെ. പക്ഷെ ഈ ഓരോ കണ്ടന്റിനുള്ളിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന 8 or 9 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. പക്ഷെ കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ആണ്. പക്ഷെ നമ്മൾ ആ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കേണ്ടത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനകത്തുള്ള ഓരോ പോർഷനിൽ നിന്നും നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്, നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഒരു മാനേജ്മെന്റിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഫംഗ്ഷൻസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കണം. നമ്മുടെ ഫംഗ്ഷൻസിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു മാനേജ്മെന്റിന് മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഫംഗ്ഷൻസ് പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്,
കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസുകൾ ഒരു മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഓരോ ഫംഗ്ഷൻസും എന്താണ്, അതേപോലെ ഒരു മാനേജ്മെന്റിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു സ്റ്റഡി നടത്തണം. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്, അല്ലെ, റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ആ ഒരു ടോപ്പിക് നമുക്ക് നോക്കണം. ദെൻ അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പുകളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ്, നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പുകളുണ്ട്, അതേപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്. അല്ലെ, ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ തന്നെ നമ്മൾ രണ്ടായിട്ട് പറയാറുണ്ട്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ തന്നെ നമ്മൾ വീണ്ടും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നും അതേപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ തന്നെ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സിംഗിൾ ഓണർഷിപ്പ് ആകുമ്പോൾ, പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനകത്ത് തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നോക്കണം. ദെൻ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരു ഓർഗനൈസേഷനിലുള്ള പല പൊസിഷനിലുള്ള ആൾക്കാരുകൾ തമ്മിലുള്ള റിലേഷൻ, അല്ലെ, ആ റിലേഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അപ്പൊ അതിനെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ലൈൻ ഓർഗനൈസേഷൻ നമ്മൾ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. മിലിറ്ററി ഓർഗനൈസേഷൻ, സ്കെയിലാർ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ അറിയുന്നുണ്ട്. സോ ലൈൻ ഓർഗനൈസേഷൻ എന്താണ്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ള ഈ ഓരോ ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഓർഗനൈസേഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിൽ തന്നെ നമ്മൾ കുറെ ഫംഗ്ഷൻസുകൾ പറയുന്നുണ്ട്. അപ്പൊ ഓരോ അത് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാം. പിന്നെ ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന റൂൾ ഓഫ് തമ്പ്, അത് ആ കൺസെപ്റ്റിനെ പറ്റിയുള്ള ചോദ്യം നമുക്ക് അവിടെ വരാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന ടോപ്പിക്കുകളും അതിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു തന്നെ പോകുക. ഓക്കെ അല്ലെ, ക്ലിയർ? ഓക്കെ, രണ്ടാമത് നമ്മുടെ സിലബസിൽ പറയുന്ന കണ്ടന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേജസുകൾ ഏതൊക്കെയാണെന്നാണ്. അല്ലെ, നമുക്ക് വേജസ് അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതായത് നമുക്ക് ഫെയർ വേജ് ഉണ്ട്, നോമിനൽ വേജസ്, റിയൽ വേജസ്, മിനിമം വേജ്, ലിവിംഗ് വേജ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് വേജുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡെഫിനിഷൻസുകൾ നമ്മൾ നോക്കുക. അതേപോലെ തന്നെ ഇൻസെന്റീവ് എന്ന് പറയുന്നത്, അതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് ഇൻസെന്റീവുകളുണ്ട്, ഇൻഡയറക്റ്റ് ഇൻസെന്റീവുകളുണ്ട്, അതേപോലെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, അതേപോലെ സെമി ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻസെന്റീവ്സിനെ നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേജസുകൾ ജസ്റ്റ് ഡെഫിനിഷൻ ആണ്, അത് നോക്കുക. അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക. ദെൻ നമുക്ക് ചോദ്യം വരാൻ പോകുന്നതാണ് വേജ് ഇൻസെന്റീവ് പ്ലാൻസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ വേജ് ഇൻസെന്റീവ് പ്ലാനുകളുമായി എനിക്ക് നമ്മൾ കഴിഞ്ഞ ഈ എക്സാമിന് വേജ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ വേജ് ഇൻസെന്റീവ് പ്ലാനുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് വേജ് ഇൻസെന്റീവ് പ്ലാനുകൾ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനുകളും ഗ്രൂപ്പ് ഇൻസെന്റീവ് പ്ലാനുകളും. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ അവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനുകൾ തന്നെ രണ്ട് ബേസിസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ടൈം ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനും പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനുകളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ടൈം ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനുകൾ ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനുകൾ ഏതൊക്കെയാണ്, അതേപോലെ ഗ്രൂപ്പ് ഇൻസെന്റീവ് പ്ലാനുകൾ ഏതൊക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ നെയിംസ് തന്നെ നോക്കുക. മേ ബി ആ നെയിം വെച്ച് തന്നെ ഇത് ഏതിനകത്ത് ഇതിൽ ഏതാണ് ഗ്രൂപ്പ് ഇൻസെന്റീവ് പ്ലാനുകൾ പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ബേസിക് ആയിട്ട് തന്നെ ചോദിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഓരോ ഇൻസെന്റീവ് പ്ലാനുകളിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുകൾ നമ്മൾ ഓൾറെഡി ഓരോ ഇൻസെന്റീവ് പ്ലാനുകൾക്കും പഠിക്കുന്നുണ്ട്. അവിടെ ചെറിയ സിമ്പിൾ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ പ്ലാനുകൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു വേജ് ഇൻസെന്റീവ് പ്ലാൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മളിപ്പോ ടൈം ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനിൽ ടൈം ബേസ്ഡ് പ്ലാൻ എടുക്കുവാണെങ്കിൽ നമ്മളവിടെ ഹാസ്ലി പ്ലാൻ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റോവൻ പ്ലാൻ പഠിക്കുന്നുണ്ട്, റോവൻ പ്ലാൻ. ദെൻ എമേഴ്സൺ പ്ലാൻ പഠിക്കുന്നുണ്ട്, എമേഴ്സൺ പ്ലാൻ.
ദെൻ അതേപോലെ വിഡെക്സ് പ്ലാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ 4 പ്ലാനുകളാണ് നമ്മൾ ടൈം ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ബേസ്ഡിലും പഠിക്കുന്നുണ്ട്. ടൈലേഴ്സ് പ്ലാൻ പഠിക്കുന്നുണ്ട്, ഗാൻ പ്ലാൻ പഠിക്കുന്നുണ്ട്, അതേപോലെ മെറിറ്റ് പ്ലാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാനുകൾ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഇൻസെന്റീവ് പ്ലാനിൽ നമ്മൾ പ്രീസ്റ്റ്മാൻ പ്ലാൻ പഠിക്കുന്നുണ്ട്, സ്കാൻലോൺ പ്ലാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ഇൻസെന്റീവ് പ്ലാനുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്ലാനുകൾ. അപ്പൊ ഈ പ്ലാനുകളുടെ ഒക്കെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ചോദ്യങ്ങൾ നമുക്ക് ഈ ഓരോ പ്ലാനെ പറ്റിയും വേജ് ഇൻസെന്റീവ് പ്ലാൻസുകളെ പറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേജസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സുകൾ ഏതൊക്കെയാണ്, അതൊക്കെ ചെറിയ ഡെഫിനിഷൻസുകൾ മാത്രമാണ്. നമുക്കൊന്ന് വായിച്ചു തന്നെ പോയാൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. വേജ് ഇൻസെന്റീവ് പ്ലാനുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അതിന്റെ ഇക്വേഷൻസും, ഇപ്പൊ നമ്മൾ റോവൻ പ്ലാൻ എടുത്താലും അതേപോലെ ഹാൽസി പ്ലാൻ എടുത്താലും അല്ലെങ്കിൽ എമേഴ്സൺ എഫിഷ്യൻസി പ്ലാൻ ഒക്കെ എടുത്താലൊക്കെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഇക്വേഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പ്ലാനിനെ ബേസ് ചെയ്ത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ പോവുക. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റി പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ക്വാളിറ്റി പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കില് ബേസിക് ആയിട്ട് നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്ന ടേം, നമുക്ക് ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റിയെ പല മാനേജർ എക്സ്പേർട്സുകൾ പല രീതിയിലാണ് നമ്മൾ ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോ നമ്മള് ജുറാൻ പറയുന്നത് ഇറ്റ്സ് എ ഫിറ്റ്നസ് ഫോർ പർപ്പസ് എന്നാണ്. അതേപോലെ തന്നെ എഡ്വാർഡ് ഡെമിങ് പറയുന്നത് ഇറ്റ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇറ്റ്സ് ബിയോണ്ട്. അങ്ങനെ പല രീതിയിൽ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്വാളിറ്റിയുടെ ഡെഫിനിഷൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റിയെ നമുക്ക് പ്രധാനമായിട്ടും ക്വാളിറ്റിക്ക് 9 ഡയമെൻഷനുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഓരോ ഡയമെൻഷൻസുകൾ എന്ന് പറയുമ്പോൾ പെർഫോമൻസ്, അതേപോലെ ഫീച്ചേഴ്സ്, കൺഫോമൻസ്, റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, സർവീസ്, റെസ്പോൺസ്, എസ്തെറ്റിക്സ് ആൻഡ് റെപ്യൂട്ടേഷൻ. ഇങ്ങനെ ക്വാളിറ്റിക്ക് 9 ഡയമെൻഷനുകളാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഡയമെൻഷനും എന്താണ് എന്നതിനെ പറ്റിയുള്ള അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതേപോലെ പിന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോസസ് ഓഫ് ക്വാളിറ്റി പ്ലാനിങ്. അല്ലെ, ക്വാളിറ്റി പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, മെയിൻ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ ഒബ്ജക്റ്റീവ് പ്ലാനിങ്ങിലുള്ള ഒരു ക്വാളിറ്റി പ്ലാനിങ്ങിനകത്തുള്ള ഡിഫറെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അല്ലെ, നമുക്കറിയാം, നമ്മൾ ആദ്യം ഒരു നമ്മുടെ കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ എന്താ കസ്റ്റമറിന്റെ ആവശ്യകത നമ്മൾ ഡിസ്കവർ ചെയ്യുക, ദെൻ അത് നമ്മുടെ സപ്ലയേഴ്സിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കണം. ദെൻ മെയിൻ അപ്രോച്ചസ് ടു ക്വാളിറ്റി പ്ലാനിങ്. ക്വാളിറ്റി പ്ലാനിങ്ങിലേക്കുള്ള മെയിൻ അപ്രോച്ചുകൾ, മെയിൻ ആയിട്ട് നമ്മൾ 3 അപ്രോച്ചുകളാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. 1 പ്രോഡക്റ്റ് പ്ലാനിങ്, 2 മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്, 3 ഡോക്യുമെന്റേഷൻ. അപ്പൊ ഈ 3 അപ്രോച്ചുകൾ എന്താണ് എന്നതിനെ പറ്റി നമ്മൾ ഒരു സ്റ്റഡി നടത്തണം. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM എന്ന് പറയുന്ന ടോപ്പിക്. അല്ലെ, അതായത് നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് തന്നെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിൽ ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള എല്ലാ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നത് തന്നെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിലുള്ളത്. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആരെ തന്നെയാണ്, നമ്മുടെ കസ്റ്റമറിനെ തന്നെയാണ്. അല്ലെ, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അങ്ങനെയുള്ള ആ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, അതേപോലെ തന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലെ പ്രിൻസിപ്പിൾസുകൾ എന്തൊക്കെയാണ്, മെയിൻ പ്രിൻസിപ്പിൾസ് ഇൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ക്വാളിറ്റി പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സാമിന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അവിടെ നമ്മൾ ഡയമെൻഷൻ ഓഫ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കുക. അതേപോലെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും അവിടെ പ്രധാന ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ക്വാളിറ്റിയുടെ ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി പോകുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്കുകളാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്ക്. അപ്പൊ ഈ പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്കിൽ പ്രധാനമായിട്ട് നമുക്ക് PERT ആൻഡ് CPM. അല്ലെ, PERT എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അല്ലെ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അതേപോലെ CPM മീൻസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അല്ലെ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഈ 2 ടെക്നിക്കുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോ ഈ PERT ആൻഡ് CPM, അപ്പൊ നമുക്കറിയാം നമ്മളൊരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് പ്രോജക്റ്റുകളുണ്ട്. അല്ലെ, ചിലത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ, അല്ലെ, അത് ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അതേപോലെ ഇപ്പം റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ
നോക്കുകയാണ് റിസർച്ച് ആക്ടിവിറ്റി, അതൊരു പ്രോജക്റ്റാണ്. അപ്പൊ അത് രണ്ട് ടൈപ്പ് പ്രോജക്റ്റുകളാണ്. അപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അതിന്റെ എത്രമാത്രം മാൻ പവർ വേണം, ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്രമാത്രം സമയം വേണം. അപ്പൊ ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൺട്രോൾ നിൽക്കുകയാണ്. നമുക്ക് അതിന്റെ ഒരു ഫ്രം ബിഗിനിങ് ടു എൻഡ് നമുക്ക് പ്ലാൻ ചെയ്ത് തന്നെ പോകാനായിട്ട് സാധിക്കും. ഓരോ ഇപ്പൊ ഫ്ലോർ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഫ്ലോറിങ്, അങ്ങനെ ഓരോന്നിനും എത്രമാത്രം ടൈം വേണം, എത്ര മാൻ പവർ വേണോ എന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ തന്നെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. പക്ഷെ മറ്റ് ടൈപ്പ് പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ റിസർച്ച് ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരിക്കലും ഒരു ടൈം ബൗണ്ട് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ്. നമ്മൾ റിസർച്ച് ചെയ്യുന്നു, നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ടെസ്റ്റ് റിസൾട്ട് നമുക്ക് പോസിറ്റീവ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതെന്താ, നമുക്കൊരു ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് നമുക്ക് പറയാനോ അല്ലെങ്കിൽ എത്രമാത്രം മാൻ റിസോഴ്സ് വേണോ എന്ന് പറയാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ പല ടൈപ്പ് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അവിടെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടെണ്ണം PERT ആൻഡ് CPM തന്നെയാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ സ്ഥിരം വരുന്നതാണ്. അപ്പൊ ഇത് പഠിക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം നെറ്റ്വർക്ക് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ്. ഇപ്പൊ നെറ്റ്വർക്ക് അനാലിസിസ്, നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ അവിടെ ഒരുപാട് ടെർമിനോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ടെർമിനോളജി പഠിക്കുന്നുണ്ട്. ഈവന്റ്, അതേപോലെ തന്നെ ആക്ടിവിറ്റി അല്ലെ, ഈവന്റ്, ആക്ടിവിറ്റി, അതേപോലെ പ്രിഡിസിസർ ആൻഡ് സക്സസർ ആക്ടിവിറ്റി, ഡമ്മി ആക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ടെർമിനോളജീസ് നമ്മൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ആ ടെർമിനോളജികളെല്ലാം തന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കിയിരിക്കണം. ദെൻ അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഫൾക്കേഴ്സൺസ് റൂൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് നെറ്റ്വർക്ക് വരയ്ക്കാൻ റൂൾ ഫോർ ഡ്രോയിങ് നെറ്റ്വർക്ക് ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് ഫൾക്കേഴ്സൺസ് റൂൾ. അവിടെ പ്രധാനമായിട്ട് നമ്മൾ ആ റൂളിൽ കുറെ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ നെറ്റ്വർക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കണം. ദെൻ നമുക്ക് കഴിഞ്ഞ IEO എക്സാമിനും ഒരു ചോദ്യം വന്ന ഏരിയ തന്നെയായിരുന്നു 3 ടൈം എസ്റ്റിമേറ്റ് അസോസിയേറ്റഡ് വിത്ത് PERT. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 ടൈം എസ്റ്റിമേറ്റുകൾ. നമുക്കറിയാം അവിടെ 3 ടൈമുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ടൈം ഉണ്ട്, അതേപോലെ തന്നെ മോസ്റ്റ് ലൈക്ലി ടൈം ഉണ്ട്, അതേപോലെ പെസിമിസ്റ്റിക് ടൈം ഉണ്ട്. ഇങ്ങനെ 3 ടൈമുകളാണ് നമ്മൾ PERTുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത്. സോ അതിന്റെയൊക്കെ ഡെഫിനിഷൻസുകൾ എന്താണെന്ന് നിങ്ങൾ നോക്കിയിരിക്കണം. അതേപോലെ തന്നെ നമ്മളവിടെ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഇക്വേഷൻ തന്നെ കഴിഞ്ഞ IEOക്ക് ചോദിച്ചിരുന്നു. അതിന്റെ പ്രോബ്ലംസ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ടൈം ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ TE is equal to TO plus 4TM plus TP divided by 6 അല്ലെ. where TO is the optimistic time, TM is the most likely time and TP is the pessimistic time. അപ്പൊ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോട്ട് ചെയ്യുക. ഈ ഡെഫിനിഷൻസുകൾ എല്ലാം തന്നെ പഠിക്കുക. ദെൻ പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, വേരിയൻസ്, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താണ്, വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ദെൻ പ്രോജക്റ്റ് ക്രാഷിംഗ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. പ്രോജക്റ്റ് ക്രാഷിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നോക്കണം. അവിടെ നമ്മൾ കോസ്റ്റ് സ്ലോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നോക്കിയിരിക്കണം. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ CPM ആൻഡ് PERT, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും നമ്മളുള്ള കമ്പാരിസൺ. അതായത് CPM എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇതൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. പക്ഷെ PERT എന്ന് പറയുന്നത് ഒരു ഈവന്റ് ഓറിയന്റഡ് ടെക്നിക്കാണ്. അതേപോലെ ഒരുപാട് കമ്പാരിസൺസ് ഉണ്ട്. നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. PERT എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക് മോഡലാണ്. പിന്നെ ഈ പറഞ്ഞൊരു കമ്പാരിസൺ തന്നെ പറയാം. PERTനകത്ത് 3 ടൈം എസ്റ്റിമേറ്റ് ആണ്, 3 ടൈം ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് എന്ന് പറയുന്നത് 3 ടൈം എസ്റ്റിമേറ്റ് ആണ്. പക്ഷെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് 1 ടൈം എസ്റ്റിമേറ്റ് ആണ്. അവിടെ ഒറ്റ ടൈം മാത്രമേ ഉള്ളൂ, 1 ടൈം എസ്റ്റിമേറ്റ് ആണ്, ഒറ്റ ടൈം. പക്ഷെ ഇവിടെ 3 ടൈം എസ്റ്റിമേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ 3 ടൈമുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസുകൾ നമുക്കുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ PERTും CPMന്റെ കമ്പാരിസണിൽ നിന്ന് നോക്കണം. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് PERT ആൻഡ് CPM. ചോദ്യം നമുക്ക് മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഹൈ വെയിറ്റേജ് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ IEO എക്സാമിന് എനിക്ക് തോന്നുന്നു മിനിമം 2 ചോദ്യം ഈ പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്കിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ടൈമിൽ എല്ലാവരും കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ് ആണ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് അല്ലെ, LPPയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷനകത്ത് നമ്മള്
ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 റൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണർ റൂളർ യൂസ് ചെയ്യുന്നുണ്ട്, മിനിമം കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ വോജൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതൊക്കെ നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തേഡുകളാണ്. അതേപോലെ തന്നെ ഒപ്റ്റിമം സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് എടുക്കാറുണ്ട്. അതേപോലെ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ UV മെത്തേഡ് എന്നൊക്കെ പറയുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെയാണ് നമ്മൾ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ അസൈൻമെന്റ് പ്രോബ്ലംസ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ചെയ്യുന്ന ഈ പറയുന്ന മെത്തേഡുകളൊക്കെ തന്നെ നമുക്ക് നോക്കേണ്ടതാണ്. ദെൻ ഗെയിം തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ഗെയിം തിയറിയിൽ പ്രധാനമായിട്ടും സാഡിൽ പോയിന്റിന്റെ കൺസെപ്റ്റ്, മാക്സിമ മിനിമ കൺസെപ്റ്റുകളൊക്കെ തന്നെയാണ് നോർമലി അവിടുന്ന് ചോദിക്കാറുള്ളത്. ദെൻ ടോട്ടൽ ക്വാണ്ടിറ്റി മാനേജ്മെന്റും TQM-ന്റെ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ക്വാളിറ്റിയിൽ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് LPP അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, അസൈൻമെന്റ് ആൻഡ് ഗെയിം തിയറി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളിൽ നമുക്ക് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ അവിടെ നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻസും ഒബ്ജക്റ്റീവ്സും നമ്മൾ അവിടുന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെ. ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് IEO എക്സാമിൽ പ്രതീക്ഷിക്കാം. ലാസ്റ്റ് IEO എക്സാമിനും ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻവെന്ററി മാനേജ്മെന്റ് പഠിക്കുന്ന ടൈമിൽ ഇൻവെന്ററി മോഡലുകളിൽ നമ്മൾ കുറച്ച് കോസ്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. ഓർഡറിംഗ് കോസ്റ്റ്, അതേപോലെ തന്നെ ക്യാരിങ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേമുകൾ പഠിക്കുന്നുണ്ട്. അവിടുന്ന് പ്രധാനമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് EOQ-നെ പറ്റിയാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ആ കൺസെപ്റ്റ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. ഡയറക്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെന്ററി ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെന്ററി ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെന്ററി നമ്മൾ അവിടെ ട്രാൻസിറ്റ് ഓർ പൈപ്പ് ലൈൻ ഇൻവെന്ററി, അതേപോലെ ആന്റിസിപ്പേഷൻ ഇൻവെന്ററി, ഡീകപ്ലിംഗ് ഇൻവെന്ററി, ബഫർ ഇൻവെന്ററി പോലെ പല ടൈപ്പ് ഇൻവെന്ററികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സുകൾ നോക്കണം. അതേപോലെ തന്നെ ഡിഫറെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം, പീരിയോഡിക് റിവ്യൂ സിസ്റ്റം, SS സിസ്റ്റം, അങ്ങനെ ഒരുപാട് ടേമുകളൊക്കെ നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ ഇൻവെന്ററി കൺട്രോളുകൾ നമ്മൾ നോക്കണം. അതെ, അവിടെ നമ്മൾ പല ടൈപ്പ് ഇൻവെന്ററി കൺട്രോൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ABC അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ ABC മീൻസ് എന്താണ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ് അല്ലെ. അതേപോലെ VED അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. VED വൈറ്റൽ, എസെൻഷ്യൽ ഓർ ഡിസൈറബിൾ. അതേപോലെ HML അല്ലെ, ഹൈ, മീഡിയം, ലോ. അതേപോലെ SDE എന്താണ്, സ്കാർസ്, ഡിഫിക്കൽട്ട്, ഈസി. അതേപോലെ XYZ അത് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് ഓൺ ഹാൻഡ്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ XYZ. അങ്ങനെ പല ടൈപ്പ് ഇൻവെന്ററി കൺട്രോൾ അനാലിസിസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഏരിയകളൊക്കെ നമുക്ക് നോക്കണം. കഴിഞ്ഞ IEO എക്സാമിന് ഈ ഇൻവെന്ററി കൺട്രോളിൽ നിന്നും അതേപോലെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നിന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കിയിരിക്കണം. അതേപോലെ തന്നെ സ്റ്റോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ക്ലിയർ? അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതേപോലെ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിൽ നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലുള്ള ഡിഫറെന്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയിരിക്കണം. അതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സും പ്രൊഡക്ഷൻ കൺട്രോൾ ബെനിഫിറ്റ്സുകൾ ഇതൊക്കെ നോക്കണം. ഇവിടെ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിലെ സ്റ്റെപ്സുകൾ ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കാറുണ്ട്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസുകൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് എന്നൊക്കെ നോക്കണം. എസ്റ്റിമേറ്റിംഗ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ലോഡിംഗ്, ഡിസ്പാച്ചിങ്, ഫോളോ അപ്പ് ഓർ എക്സ്പെക്ടിങ്. ഈ ഓരോ സ്റ്റെപ്പുകൾ അതെന്താണ്, അതിന്റെ ആ ഒരു സ്റ്റെപ്പ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, കറക്റ്റ് ഓർഡർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ സ്ഥിരം ചോദിക്കുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിൽ നിന്ന്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കണം. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻസുകൾ നമുക്കറിയാം. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉണ്ട്, ഇന്റർമീഡിയന്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബാച്ച് പ്രൊഡക്ഷനുകൾ ഉണ്ട്, ജോബ് ഓർഡർ പ്രൊഡക്ഷനുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി തന്നെ പോവുക. പിന്നെ അവിടെ നിന്ന് നമുക്ക് പ്ലാന്റ് ലേഔട്ടുകൾ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ പ്ലാന്റ് ലേഔട്ടിനെ നമ്മൾ പല ടൈപ്പ് ആയിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. പ്രോസസ് ലേഔട്ട് ഓർ ഫംഗ്ഷണൽ ലേഔട്ട്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് ലേഔട്ട് ഓർ ലൈൻ ലേഔട്ട്, കോമ്പിനേഷൻ ലേഔട്ട് ഓർ ഹൈബ്രിഡ് ലേഔട്ട്, ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്. അങ്ങനെ 4 രീതിയിൽ നമ്മൾ പ്ലാൻ ലേഔട്ടിനെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് നോക്കി പോകുന്നത് അവിടെ ബെറ്റർ ആണ്. ഇപ്പോൾ ചോദ്യങ്ങൾ പ്ലാൻ ലേഔട്ടിൽ നിന്നൊക്കെ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞില്ലെങ്കിലും പ്ലാൻ ലേഔട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് സബ്ജക്റ്റിൽ നിന്ന് സ്ഥിരം ചോദിച്ചു കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്ലാൻ ലേഔട്ടും കൂടെ ഒന്ന് നോക്കി തന്നെ പോകാം. അത് തന്നെയാണ് നല്ലത്. ഓരോ ടൈപ്പ് പ്ലാൻ ലേഔട്ട് എവിടെയാണ്, ഏത് ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ പ്രോസസ് ലേഔട്ട് ഒക്കെ ആണെങ്കിൽ നമ്മുടെ
നോർമലി നമ്മൾ നമ്മുടെ ജോബ് ഓർഡർ ബാച്ച് പ്രൊഡക്ഷൻ സിസ്റ്റങ്ങളിലൊക്കെ നമ്മൾ പ്ലാൻ ലേഔട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ കാർ മാനുഫാക്ചറിങ്ങിനൊക്കെ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ലേഔട്ട് ആണ്. അതേപോലെ നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ്, എയർക്രാഫ്റ്റിന്റെ ഒക്കെ കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിക്സഡ് പൊസിഷൻ ലേഔട്ട് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോക്കണം. പിന്നെ ഗാൻ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് മെത്തേഡ് സ്റ്റഡിയാണ്. മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മൾ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞില്ല. വർക്ക് സ്റ്റഡി പറയുന്നത്, ഈ വർക്ക് സ്റ്റഡിയെയാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മെത്തേഡ് സ്റ്റഡി എന്നും മറ്റൊന്ന് ടൈം സ്റ്റഡിയാണ്. മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി. ടൈം സ്റ്റഡിയാണ് നമ്മള് വർക്ക് മെഷർമെന്റ് എന്നും പറയാറുണ്ട്. വർക്ക് മെഷർമെന്റ്. അപ്പൊ ഇതില് ഈ മെത്തേഡ് സ്റ്റഡിയാണ് നമ്മുടെ ഐയുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് സ്റ്റഡിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ക്വാളിഫൈഡ് വർക്കർ എത്രമാത്രം സമയം എടുക്കും എന്നത് ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ആ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ആ മെത്തേഡ് സ്റ്റഡിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ദെൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഫോർ പെർഫോമിംഗ് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡിക്കുള്ള ഡിഫറെന്റ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നമ്മള് ആ ഒരു കോഡായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നുണ്ട്. SREDIM അല്ലെ? എസ് ഫോർ സെലക്ട്. എസ് എന്ന് പറയുന്നത് സെലക്ട്, R ഫോർ റെക്കോർഡ്, ദെൻ E ഫോർ examine, and D for develop, I for install, and M for maintain അല്ലെ? അങ്ങനെ ആ ഒരു 6 സ്റ്റെപ്പുകളാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ എന്താണെന്ന് നോക്കണം. അതേപോലെ ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ എടുക്കുന്ന ഡിഫറെന്റ് ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ ആ ഡിഫറെന്റ് ടെക്നിക്സിൽ നമുക്ക് അതിന് നമ്മൾ 3ആയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. ഒന്ന് പ്രോസസ് ചാർട്ട്. പ്രോസസ് ചാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് പ്രോസസ് ചാർട്ട് സിമ്പിൾസുകൾ പഠിക്കാറുണ്ട്. ഈ പ്രോസസ് ചാർട്ട് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഓപ്പറേഷൻസിനും സിമ്പിളുകൾ കാണാറുണ്ട്. ഇപ്പൊ ഓരോ മേ ബി ഇപ്പൊ സ്റ്റോറേജ് ആണെങ്കിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മളൊരു സർക്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇൻസ്പെക്ഷൻ ആണെങ്കിൽ നമ്മളൊരു സ്ക്വയർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതേപോലെ ആരോ മാർക്ക് കൊണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതേപോലെ ഓരോന്നിനും ഡിലേ ആകുമ്പോൾ നമ്മൾ ഡിലേ ഈ ഒരു ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ സിമ്പിൾസുകളുണ്ട്. അപ്പൊ ആ സിമ്പിൾസുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ചാർട്ടുകൾ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ചാർട്ടുകൾ നമ്മൾ പ്രോസസ് ചാർട്ടിനെ മെയിൻ ആയിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട്, ഒന്നാമത്തത് ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട്. അപ്പൊ അവിടെ നമ്മൾ ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ടുമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നോക്കണം. രണ്ടാമത്തത് ഫ്ലോ പ്രോസസ് ചാർട്ട്. അതേപോലെ തേർഡ് വൺ ടു ഹാൻഡഡ് പ്രോസസ് ചാർട്ട്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ പ്രോസസ് ചാർട്ടുകളെ ക്ലാസ് ചെയ്തിരിക്കുന്നത്. സോ അത് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയും അതിന്റെ ഫീച്ചേഴ്സ് നോക്കണം. അതേപോലെ ഓപ്പറേറ്റിംഗ് സിമ്പിൾസ്, നമ്മുടെ റെക്കോർഡ് സിമ്പിൾസുകളും കാര്യങ്ങളും നമ്മൾ നോക്കണം. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ടെക്നിക്ക്. രണ്ടാമത് നമ്മൾ ഫ്ലോ ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലോ ഡയഗ്രത്തിന്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ സ്ട്രിംഗ് ഡയഗ്രത്തിന്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കിയിരിക്കണം. അപ്പൊ അതാണ് നമ്മളെ മെത്തേഡ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ടെക്നിക്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ ഇതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് ഒന്ന് നോക്കി പോകേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താ, സൈമുൾട്ടേനിയസ് മോഷൻ അനാലിസിസ് ചാർട്ട് അല്ലെ? സെമോ ചാർട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെത്തേഡ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ മെത്തേഡ് സ്റ്റഡിയാണ് സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിലും വർക്ക് സ്റ്റഡിയുടെ ബേസിക് കാര്യങ്ങളും ടൈം സ്റ്റഡി, മൈക്രോ മോഷൻ സ്റ്റഡി ഒക്കെ ഒന്ന് അതിന്റെ ബേസിക്സ് ഒക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോളിൽ നമുക്ക് ഇൻസ്പെക്ഷൻ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷനുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇൻകമിംഗ് ഓർ റെക്കറിംഗ് ഇൻസ്പെക്ഷൻ, ഫസ്റ്റ് പീസ് ഇൻസ്പെക്ഷൻ, ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ, ഫ്ലോർ ഇൻസ്പെക്ഷൻ, സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ, കീ പോയിന്റ് ഇൻസ്പെക്ഷൻ, ഫൈനൽ ഇൻസ്പെക്ഷൻ. ഇങ്ങനെ ഓരോ ടൈപ്പ് ഇൻസ്പെക്ഷനുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ആ ഓരോ ടൈപ്പ് ഇൻസ്പെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ പോയിന്റുകളുണ്ട്. അതൊക്കെ 1 by 1 ആയിട്ട് തന്നെ നോക്കുക. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷൻ നമുക്ക് അവിടുത്തെ പഠിക്കണം. ദെൻ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേർവ്സുകൾ, ആ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മള്
എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നമ്മൾ രണ്ട് അക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവലിനെ പറ്റിയും ലിമിറ്റിംഗ് ക്വാളിറ്റി ലെവലിനെ പറ്റിയൊക്കെയുള്ള കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. മാനുഫാക്ചർ റിസ്ക്, പർച്ചേസർ റിസ്ക് എന്നൊക്കെ പറഞ്ഞുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ദെൻ നമ്മൾ ക്വാളിറ്റി കൺട്രോളുമായിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ക്വാളിറ്റി കൺട്രോളിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സുകൾ ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കൺട്രോൾ ചാർട്ട് ആൻഡ് ദെയർ ടൈപ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ടുകൾ നമ്മൾ കഴിഞ്ഞ ഈ എക്സാമിനും ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൺട്രോൾ ചാർട്ടുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിളും പഠിക്കണം. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിക്കണം. കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസിൽ നമ്മൾ എക്സ് ബാർ ചാർട്ട് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആർ ചാർട്ട് നോക്കുന്നുണ്ട് അല്ലെ. അതേപോലെ കൺട്രോൾ യൂണിറ്റിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് നോക്കണം. അതേപോലെ തന്നെ കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സിൽ നമ്മൾ പി ചാർട്ടിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സി ചാർട്ടിനെ പറ്റി പഠിക്കുന്നുണ്ട്. സി ചാർട്ട് അല്ലെ, കൗണ്ട് ഓഫ് ഡിഫക്റ്റീവ് ചാർട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ പി ചാർട്ട് നമ്മൾ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് ചാർട്ട് എന്ന് പറയാറുണ്ട് അല്ലെ. അതേപോലെ ചാർട്ട് 2 NP ചാർട്ട് പഠിക്കാറുണ്ട്. അതേപോലെ യു ചാർട്ട് പറയാറുണ്ട്. യു ചാർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ നമുക്ക് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസും അതേപോലെ തന്നെ കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സും നോക്കിയിരിക്കുക. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് ഞാൻ പറഞ്ഞു, രണ്ട് AQL അതേപോലെ തന്നെ LTPD അതായത് ലോ ടോളറൻസ് പെർസെന്റ് ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ക്വാളിറ്റി ലെവൽ, അങ്ങനെ രണ്ട് പേരുകളിൽ അത് അറിയപ്പെടാറുണ്ട്. അവിടെ പ്രൊഡ്യൂസർ റിസ്ക്, അതേപോലെ കൺസ്യൂമർ റിസ്ക്, അതേപോലെ ആവറേജ് ഔട്ട് ഗോയിങ് ക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നമ്മൾ അവിടുന്ന് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൺട്രോൾ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം, വേരിയബിളിന്റെയും ആട്രിബ്യൂട്ടിന്റെയും, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. അതേപോലെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നമ്മൾ പഠിച്ച AQL LTPD കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ചോദിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു IEO ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന്റെ സിലബസ് നമ്മൾ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരള PSC എക്സാമിന് നമുക്ക് 100 മാർക്കിന്റെ ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അല്ലെ. 100 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ ഈ 100 മാർക്കിന്റെ ചോദ്യം നമുക്കറിയാം കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസുകളാണ്. അവിടെ ജനറൽ സെക്ഷൻസോ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസുകളോ ഒന്നും തന്നെ ഇപ്പോൾ ടെക്നിക്കൽ എക്സാമിലില്ല. 100 ചോദ്യങ്ങളും നമ്മുടെ ടെക്നിക്കൽ സബ്ജക്റ്റുകളിൽ നിന്ന് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 100 ചോദ്യങ്ങളിൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെ. അപ്പൊ ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് നടന്ന IEO എക്സാമിന്റെ ആ ഒരു എക്സാം ക്വസ്റ്റ്യനിൽ നിന്ന് അല്ലെ എക്സാമിന്റെ ആ ഒരു പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ, അതായത് 20 ചോദ്യങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിച്ചു. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, അതായത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രീമിൽ തന്നെ വരുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്. അപ്പൊ ഈ IEO എന്ന് പറയുന്ന എക്സാമിന് എന്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് വെയിറ്റേജ് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ജോബ് റോൾ അല്ലെങ്കിൽ ജോബ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിലബസിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന് എന്ത് ചെയ്തത്, ഒരു വെയിറ്റേജ് സെപ്പറേറ്റ് തന്നെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 12 മാർക്ക്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നിന്ന് 8 മാർക്ക്, അങ്ങനെ കമ്പൈൻ ചെയ്താണ് അവിടെ എന്ത് വന്നത്, 20 ക്വസ്റ്റ്യൻസുകൾ വന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റും കൂടെ ക്ലബ് ചെയ്ത് 20 ചോദ്യങ്ങൾ. ഓക്കെ ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ചോദ്യങ്ങൾ. അങ്ങനെയാണ് കഴിഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് 100 ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളും കാണും. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് സ്പെസിഫൈഡ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അത് 12+8 20 എന്നുള്ള മെക്കാനിക്കലുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ആ സബ്ജക്ട് മോസ്റ്റ്ലി എന്ത് ചെയ്യാൻ പോകുന്നത്, ചോദിക്കാനായിട്ട്
പോകും. അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എക്സാം പാറ്റേണിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എല്ലാ സ്ട്രീമുകളിലും ഈക്വൽ വെയിറ്റേജോട് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ടോപ്പ് മാർക്കിൽ എത്താൻ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, കാരണം എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈക്വൽ വെയിറ്റേജിൽ തന്നെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോ സ്ട്രീമിൽ നിന്നും ഇപ്പം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഉദ്യോഗാർത്ഥികൾ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ അവിടേക്കുള്ള സബ്ജക്ട്സുകൾ അല്ലെ അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളെ പറ്റി ഒരു ബേസിക് ഐഡിയ കാണാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ ഈ സിലബസ് ഡിസ്കഷൻ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ട്രീമിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നതിനെ പറ്റിയുള്ളൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണ് എല്ലാവരും. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ സിലബസിൽ മോസ്റ്റ്ലി വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ആ കണ്ടന്റുകളിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിലബസിൽ നമുക്ക് ഈ ഒരു സിലബസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. നമുക്കറിയാം മെക്കാനിക്കൽ സ്ട്രീമുകാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ സബ്ജക്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, തെർമോഡൈനാമിക്സ്. നമ്മുടെ സിലബസിലെ ജസ്റ്റ് തെർമോഡൈനാമിക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ആ തെർമോഡൈനാമിക്സ് സബ്ജക്റ്റിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബേസിക് എഞ്ചിനീയറിംഗ് രീതിയിൽ തന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് നമ്മൾ മെക്കാനിക്കൽ സ്ട്രീമുകാർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കണ്ടന്റും നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തന്നെ പോകണം. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് നമുക്ക് സിലബസിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ രണ്ടാമത് പറയുന്നതാണ് എനർജി കൺവേർഷൻ ഡിവൈസസ്. അതായത് എനർജി കൺവേർഷൻ ഡിവൈസ് അവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ അതേപോലെ തന്നെ ഹീറ്റ് പമ്പ് അതേപോലെ റെഫ്രിജറേറ്റർ അതേപോലെ നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൽ ബോയിലർ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നുണ്ട്. ഈ ബോയിലറും എന്താ, ആ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കും. കാരണം കഴിഞ്ഞ ഐഒയുടെ എക്സാമിന് ഈ ബോയിലറിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്ററിനെ കണക്ട് ചെയ്ത ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും അവർ കഴിഞ്ഞ ഐഒ എക്സാമിന് ചോദിച്ചു. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ എനർജി കൺവേർഷൻ ഡിവൈസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിരുന്നു. ഓക്കെ ആണ്, ക്ലിയർ? അടുത്ത നമുക്ക് പഠിക്കുന്നതാണ് IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. മിക്ക എക്സാമുകൾക്കും കമ്പൈൻഡ് സ്ട്രീം എക്സാമുകൾ വരുന്ന സമയത്ത് എപ്പോഴും മെക്കാനിക്കൽ പാർട്ടിൽ നിന്ന് IC എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ചോദ്യങ്ങളും അതേപോലെ തന്നെ വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് കമന്റ്സുകൾ IC എഞ്ചിൻ ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് പറയാം. അപ്പൊ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മുടെ സിലബസിൽ പറയുന്നത് ടർബോ മെഷീൻസ് എന്നാണ്. ടർബോ മെഷീൻസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നമുക്ക് ടർബൈൻ, ഹൈഡ്രോളിക് ടർബൈനെയും ഹൈഡ്രോളിക് പമ്പ്, ഈ രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് അവിടുന്ന് കാണിക്കേണ്ടത്, ടർബോ മെഷീൻസ്. ഓക്കെ, ഇതും സിലബസിൽ പറയുന്നതാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. നമ്മുടെ മെക്കാനിക്കൽ സ്ട്രീമിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ സബ്ജക്റ്റിൽ നിന്ന് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറെ കണ്ടന്റ്സുകൾ ഉണ്ട്. അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ദെൻ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ്. ഓട്ടോമൊബൈലുകളിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസുകൾ ഏതൊക്കെയാണ്, അവിടെയും നമുക്ക് കുറച്ച് ഡിവൈസുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. പവർ ട്രാൻസ്മിഷൻ ഡിവൈസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ജസ്റ്റ് ഹെഡിങ് മാത്രമാണ് ഞാൻ പറയുന്നത്. തെർമോഡൈനാമിക്സ് നമുക്ക് പഠിക്കണം. എനർജി കൺവേർഷൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ, ബോയിലർ, സ്റ്റീം പവർ പ്ലാന്റിലെ ബോയിലറിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കണം. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ പറ്റി നമുക്ക് പഠിക്കണം. ടർബോ മെഷീൻസ് അവിടെ നമുക്ക് ടർബൈനെയും പമ്പിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നുള്ള സബ്ജക്ട്സിൽ നിന്നുള്ള ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കണം. ദെൻ ഓട്ടോമൊബൈൽസിൽ ഡിഫറെന്റ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അല്ലെ. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ദെൻ മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെക്കാനിക്കലിലെ ഡിഫറെന്റ് മാനുഫാക്ചറിംഗ് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കാസ്റ്റിംഗ്, വെൽഡിംഗ്, ഫോർജിങ്, റോളിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്പറേഷൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും ചോദ്യം നമുക്ക് വരാം. സോ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് പഠിക്കണം. അതേപോലെ മെഷീൻ ടൂൾ എന്ന് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. മെഷീൻ ടൂൾ എന്ന്
പറയുമ്പോൾ നമുക്കവിടെ ലെയ്ത്ത് ഉണ്ട്, ഷേപ്പർ, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, അങ്ങനെ ഒരുപാട് മെഷീൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഓരോ മെഷീൻസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ എഞ്ചിൻ എമിഷൻ സ്റ്റാൻഡേർഡ്, നമ്മൾ ഐസി എഞ്ചിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് എഞ്ചിൻ എമിഷൻ സ്റ്റാൻഡേർഡ്സ്, BS6 BS5 എമിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഓരോന്നിലും ഇപ്പം സിലബസിൽ നമ്മൾ പറയുന്ന പോലെ തെർമോഡൈനാമിക്സ് മാത്രമേ പറയുന്നു. പക്ഷേ തെർമോഡൈനാമിക്സ് സബ്ജക്റ്റിന് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എസ്പെഷ്യലി IO എന്ന് പറയുന്ന എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ മെക്കാനിക്കൽ സ്ട്രീമുകാർ പഠിക്കുന്ന പോലെ വാസ്റ്റ് ആയിട്ട് നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കേണ്ട. അതിൽ നിന്നും നമ്മുടെ എക്സാമിന് സ്യൂട്ട് ആയിട്ട്, നമ്മുടെ എക്സാമിന് ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്ത് തിയറി പഠിച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് പോകുന്നതാണ് ഈ ഒരു എക്സാമിന് എപ്പോഴും. ഓക്കെ, അപ്പൊ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് നോക്കുവാണെങ്കിൽ ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഓക്കെയാണ്. ഇനി നമ്മൾ എന്താണ് ഈ ഓരോ കണ്ടന്റിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം, അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് തെർമോഡൈനാമിക്സ് ആൻഡ് എനർജി കൺവേർഷൻ ഡിവൈസസ് എന്ന് മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു സിലബസ്, ഈ ഒരു കണ്ടന്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ എടുക്കാം, തെർമോഡൈനാമിക്സ് ആൻഡ് എനർജി കൺവേർഷൻ ഡിവൈസസ്. അപ്പോൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും പഠിച്ചു തുടങ്ങേണ്ടത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നാണ്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം പഠിക്കാനായിട്ട്, നമ്മളവിടെ ഓപ്പൺ സിസ്റ്റം പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലോസ്ഡ് സിസ്റ്റം പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം പഠിക്കണം. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസുകൾ, അതിന്റെ എക്സാമ്പിൾസുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ അതേപോലെ സ്റ്റേറ്റ് എന്താണ്, പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോപ്പർട്ടി, ക്വസ്റ്റ്യൻസുകൾ സ്ഥിരം വരുന്ന ഏരിയ ആണ്. പ്രോപ്പർട്ടി എന്താണ്, അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതിന്റെ എക്സാമ്പിൾസുകൾ, അതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ആ കൺസെപ്റ്റ് നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ പാത്ത് ഫംഗ്ഷൻ ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. പാത്ത് ഫംഗ്ഷൻ, പോയിന്റ് ഫംഗ്ഷൻ. അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾസുകൾ ഉൾപ്പെടെയാണ് പഠിക്കേണ്ടത്. കാരണം ബേസിക് കൺസെപ്റ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ എക്സാമ്പിൾ ആണ് മോസ്റ്റ്ലി പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടെ ഞാനിത് എസ്പെഷ്യലി പറയുന്നത് മെക്കാനിക്കൽ സ്ട്രീമുകാർക്ക് ഇത് ഓക്കെ ആയിരിക്കും, കാരണം അവർ നോർമലി എക്സാമ്പിൾക്ക് കാണുന്ന ടോപ്പിക്കാണ്. പക്ഷെ അതർ സ്ട്രീംസുകാരെ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ അതർ സ്ട്രീം സ്റ്റുഡൻസിന് ഈ ഒരു ടേംസുകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് പുതുതായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് അറിയാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ, അതർ സ്ട്രീം സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഞാൻ പറയുന്ന ഇമ്പോർട്ടന്റ് ഏരിയകൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ്. ദെൻ നമുക്ക് ഇവിടുന്ന് പ്രധാനമായിട്ട് നമ്മുടെ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, അതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഈ തെർമോഡൈനാമിക് പ്രോസസ്, അതായത് നമുക്ക് ഐസോബാറിക് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, ഐസോകോറിക് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, ഐസോതെർമൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്, അങ്ങനെ കുറച്ച് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സും അവിടെയൊക്കെയുള്ള ഹീറ്റിന്റെയും വർക്കിന്റെയും ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെ, അതിനോടൊപ്പം തന്നെ പെർഫെക്റ്റ് ഗ്യാസ് ലോസ്, നമ്മുടെ ബോയിൽസ് ലോ, ചാൾസ് ലോ പോലെയൊക്കെ നമ്മൾ കുറച്ച് ലോസുകളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയണം. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആദ്യം പഠിക്കണം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അതർ സ്ട്രീം സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വളരെ ഡിഫിക്കൽട്ട് അല്ല. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവം പോലെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് തെർമോഡൈനാമിക്സ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. ക്വസ്റ്റ്യൻസുകൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ മതി. ഷുവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഈ സബ്ജക്ട്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ബേസിക് കൺസെപ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ പോകുന്നത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സിലേക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 3 ലോ ആണ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ഈ 3 ലോകളും പ്രധാനമായിട്ടും പഠിക്കണം. അവിടുന്ന് ചോദിക്കാവുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സിഗ്നിഫിക്കൻസ്, ടെമ്പറേച്ചർ, അതേപോലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ള രീതിയെ പറ്റിയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം IO എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ
മെക്കാനിക്കൽ സെക്ഷനിൽ നിന്നുണ്ടായിരുന്നു. അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ ന്യൂമറിക്കൽ, നമ്മൾ എപ്പോഴും സെക്കൻഡ് ലോ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന 2 ഇക്വേഷൻസുകളാണ്. ആ ഇക്വേഷനെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു ഒരു ചോദ്യം കഴിഞ്ഞ IU എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, അതേപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ പ്രോബ്ലംസ് നോക്കാനുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹീറ്റ് എഞ്ചിൻ കൺസെപ്റ്റ് നമുക്ക് പഠിക്കണം. ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ. നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ 2 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പഠിക്കും. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റ്. അതൊക്കെ നമ്മൾ ക്ലാസ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ. അപ്പൊ ഹീറ്റ് എഞ്ചിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന 2 ഡിവൈസുകളാണ്, ഒന്ന് ഹീറ്റ് പമ്പും മറ്റൊന്ന് റെഫ്രിജറേറ്ററും. അപ്പൊ ഈ 2 ഡിവൈസസുകൾ എന്താണ്, ഇതിനെ ബേസ് ചെയ്ത് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ, ഇവിടെ നമ്മൾ COP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കും, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് എന്താണ്, അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, അതിനൊരു ചോദ്യമാണ് കഴിഞ്ഞ IU എക്സാമിന് ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആയിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് തന്നെ കവർ ചെയ്ത്. ഓക്കെ, ദെൻ എനർജി കൺവേർഷൻ ഡിവൈസസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ബോയിലർ പഠിക്കണം. കാരണം കഴിഞ്ഞ IU എക്സാമിനും ബോയിലറിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബോയിലർ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഏതൊരു സ്ട്രീം മാർക്കും പഠിക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറട്ടിക്കൽ കൺസെപ്റ്റ് ഉള്ള ടോപ്പിക്കാണ് ബോയിലർ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം ഒരു ചോദ്യം നമുക്ക് എപ്പോഴും അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ബോയിലർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും 3 ടോപ്പിക്ക് ബോയിലറിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന്, ബോയിലറിന്റെ ക്ലാസിഫിക്കേഷൻ. പല ആസ്പെക്ട്സുകളിൽ നമ്മൾ ബോയിലറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെ പഠിക്കണം വിത്ത് എക്സാമ്പിൾസ്, വളരെ ഇമ്പോർട്ടന്റ്. രണ്ടാമത്തത് ബോയിലർ ആക്സസറീസ്, ബോയിലർ ഫിറ്റിംഗ്സും ബോയിലർ ആക്സസറീസും പഠിക്കണം. അതേപോലെ തന്നെ ബോയിലറിന്റെ ഫിറ്റിങ്ങുകളും പഠിക്കണം. അവിടെയുള്ള ഓരോ ആക്സസറിയുടെയും ഫംഗ്ഷൻ എന്താണ്, ഫിറ്റിംഗിന്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം. ബോയിലർ ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ മൗണ്ടിങ്സ് എന്ന് പറയാം, ബോയിലർ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറി. അപ്പൊ ഈ ബോയിലർ ആക്സസറിയിൽ നമ്മൾ കുറച്ച് ബോയിലർ ആക്സസറി പ്രധാനമായിട്ടും പഠിക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ പോലെ. അതേപോലെ ബോയിലർ മൗണ്ടിങ്ങിനകത്ത് നമ്മൾ ഫ്യൂസിബിൾ പ്ലഗ്, അതേപോലെ സേഫ്റ്റി വാൽവ്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബോയിലർ മൗണ്ടിങ്ങുകളെ പറ്റി പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ബോയിലർ മൗണ്ടിങ്ങുകൾ ഏതൊക്കെയാണ്, ആ ഓരോ ബോയിലർ മൗണ്ടിങ്ങിന്റെയും ഫംഗ്ഷൻ എന്താണ്, അതേപോലെ ബോയിലർ ആക്സസറികൾ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്താണ് വിത്ത് എക്സാമ്പിൾ. കാരണം ഇവിടുന്ന് ചോദ്യം വരുമ്പോൾ മേ ബി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും. ബോയിലർ മൗണ്ടിങ്ങിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ തരും, ഈ പർപ്പസ് ചെയ്യുന്ന ബോയിലർ മൗണ്ടിങ് ഏതാണ് എന്ന് ചോദ്യം വരാം. അല്ലെങ്കിൽ അവർക്ക് ഒരു 3-4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് ബോയിലർ മൗണ്ടിങ് അല്ലെങ്കിൽ ഏതാണ് ബോയിലർ. നമ്മൾ ബോയിലർ മൗണ്ടിങ്ങിന് കുറെ എക്സാമ്പിളുകൾ പഠിക്കും, ബോയിലർ ആക്സസറിക്ക് കുറെ എക്സാമ്പിൾ പഠിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബോയിലർ ആക്സസറി. അപ്പൊ 4 ഓപ്ഷനുകൾ പഠിക്കണം, ബോയിലർ ആക്സസറി ആയിരിക്കും, അത് ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മോസ്റ്റ്ലി നമ്മുടെ കേരള PSC എക്സാമിനെ കാണാറുള്ളത്. സോ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബോയിലർ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തെർമോഡൈനാമിക്സ് ആൻഡ് എനർജി കൺവേർഷൻ ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് IC എഞ്ചിൻ. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നോർമൽ എക്സാമുകൾക്ക്, എസ്പെഷ്യലി കമ്പൈൻഡ് എക്സാമുകൾ, 2-3 സ്ട്രീമുകളൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന എക്സാമുകൾക്ക് എപ്പോഴും മെക്കാനിക്കൽ സെക്ഷനിൽ നിന്ന് അവർ ഇൻക്ലൂഡ് ചെയ്യാറുള്ള ഒരു ടോപ്പിക് തന്നെയാണ് IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റഡ് എഞ്ചിൻ. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ IC എഞ്ചിൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അത് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഓഫ് IC എഞ്ചിൻ. ഇന്റേണൽ കമ്പസ്റ്റഡ് എഞ്ചിനെ നമ്മൾ പല രീതിയിൽ പല ആസ്പെക്റ്റിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അതിനുശേഷം പ്രധാനമായിട്ടും നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിന്റെയും 2 സ്ട്രോക്ക് എഞ്ചിന്റെയും വർക്കിംഗ് നമ്മൾ പഠിക്കണം. നമ്മൾ ക്ലാസിഫിക്കേഷൻ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ 4 സ്ട്രോക്ക് എഞ്ചിന്റെയും 2 സ്ട്രോക്ക് എഞ്ചിന്റെയും വർക്കിംഗ് നമ്മൾ പഠിക്കണം. കാരണം ആ വർക്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിമ്പിൾ തിയറട്ടിക്കൽ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ അതിനെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. സോ വർക്കിംഗ് നമ്മൾ പഠിക്കുക. ഇതൊക്കെ നമ്മൾ ബേസിക് എഞ്ചിനീയറിംഗിൽ എല്ലാ സ്ട്രീമുകാരും ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചേക്കുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ കണ്ടന്റുകൾ തന്നെയാണ് ഈ ഒരു സിലബസിൽ അവർ എന്ത് ചെയ്തിരിക്കുന്നത്, മോസ്റ്റ്ലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതിനുശേഷം നമ്മൾ അവിടെ പഠിക്കേണ്ടതാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്. അതായത് നമ്മൾ എഞ്ചിൻ പഠിക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ട് നമ്മൾ 2 എഞ്ചിനുകളാണ് കാണുന്നത്, ഒന്ന് പെട്രോൾ എഞ്ചിനും മറ്റൊന്ന് ഡീസൽ എഞ്ചിനും. അല്ലെ, ഈ 2 എഞ്ചിനുകളെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നത്. ഈ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോ സൈക്കിൾ. അതേപോലെ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്,
ഡീസൽ സൈക്കിൾ. സോ ഈ രണ്ട് സൈക്കിൾസുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ഓരോ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ ആയിക്കോട്ടെ, ഡീസൽ സൈക്കിൾ ആയിക്കോട്ടെ, അവിടേക്കുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതാണ്, അതിന്റെ തെർമൽ എഫിഷ്യൻസിയുടെ ബേസിക് ഇക്വേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് പഠിച്ചിരിക്കണം. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന തെർമോഡൈനാമിക് സൈക്കിൾ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്. ഏതാണ്? കാർനോട്ട് സൈക്കിൾ അല്ലെ. നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന തെർമോഡൈനാമിക് സൈക്കിൾ നമ്മൾ പറയുന്നത് കാർനോട്ട് സൈക്കിൾ എന്നാണ്. സോ ആ കാർനോട്ട് സൈക്കിളിലുള്ള ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു പോർഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എഞ്ചിൻ പഠിച്ചു കഴിഞ്ഞ്, എഞ്ചിന്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെ പറ്റി നമ്മളൊരു ബേസിക് ഐഡിയ മേക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഐസി എഞ്ചിനിൽ പഠിക്കേണ്ടതാണ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഇൻ ഐസി എഞ്ചിൻ. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ പെർഫോമൻസ് പാരാമീറ്റേഴ്സുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കുറെ ടേമുകളാണ് പഠിക്കുന്നത്. ആ ടേമുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്തേക്കണം. ആ ടേമുകളിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒന്ന് ബ്രേക്ക് പവർ. 3 പവറുകളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഒന്ന് ബ്രേക്ക് പവർ, രണ്ട് ഇൻഡിക്കേറ്റഡ് പവർ, രണ്ടാമത്തത് ഇൻഡിക്കേറ്റഡ് പവർ, മൂന്നാമത്തത് ഫ്രിക്ഷൻ പവർ. ഈ 3 പവറുകൾ, അതിന്റെ ഡെഫിനിഷൻസ്, അത് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ നോക്കിയിരിക്കണം. അതേപോലെ തെർമൽ എഫിഷ്യൻസിയിൽ നമ്മൾ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയും പഠിക്കണം. അതേപോലെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ നോക്കണം. അതേപോലെ സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ, ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ, ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ദെൻ എഫിഷ്യൻസികളിൽ പ്രധാനമായിട്ട് നമ്മുടെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താണ് എന്നുള്ളത് നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡെഫിനിഷൻസ്, അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഡെഫിനിഷൻ, അതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും നമുക്ക് ഇവിടുന്നൊക്കെ ചോദിക്കുന്നത്. ഇത്രയും കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു കാര്യം കൂടെ പഠിക്കണം. നമ്മുടെ പെട്രോൾ ഫ്യൂലിന്റെ ഡീസൽ ഫ്യൂലിന്റെ ഇഗ്നിഷൻ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന 2 നമ്പറുകൾ നമുക്ക് പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ IU എക്സാമിൽ ഒരു ചോദ്യം അവിടുന്ന് തന്നെയായിരുന്നു, ഒക്ടെയ്ൻ നമ്പറും അതേപോലെ സീറ്റെയ്ൻ നമ്പറും. ഇതൊക്കെ ഈ ഒരു പോർഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. എന്താണ് ഒക്ടെയ്ൻ നമ്പർ? പെട്രോൾ ഫ്യൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടെയ്ൻ നമ്പറിന്റെ കൺസെപ്റ്റ് എന്താണ്? ഡീസൽ ഫ്യൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റെയ്ൻ നമ്പറിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഇൻ ഐസി എഞ്ചിൻ എന്ന് പഠിക്കുന്നത്. ദെൻ എഞ്ചിന്റെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് അല്ലെ, നമ്മുടെ എഞ്ചിന്റെ എക്സോസ്റ്റ് ഗ്യാസിനകത്തുള്ള കമ്പോണൻസുകളും അതിന്റെ എമിഷൻ സ്റ്റാൻഡേർഡ്സുകളും, ഇപ്പോഴുള്ള വെഹിക്കിളിന്റെ കേസിലെ BS6 അതേപോലെ BS5 എന്നൊക്കെ പറയുന്ന എമിഷൻ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക് കാര്യങ്ങൾ, അതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഫ്യൂലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടെയ്ൻ നമ്പർ, സീറ്റെയ്ൻ നമ്പർ കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടന്റുകളാണ് നമ്മുടെ ഐസി എഞ്ചിൻ, നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഐസി എഞ്ചിൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഐസി എഞ്ചിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയിൻലി നമ്മൾ എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും പോയിന്റ്സുകളാണ്. ഇത്രയും കണ്ടന്റുകൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ പറ്റിയുള്ളൊരു പഠിക്കേണ്ട ഒരു കണ്ടന്റിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ടർബോ മിഷൻസ്. നമ്മുടെ സിലബസിൽ ടർബോ മിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഹൈഡ്രോളിക് ടർബൈൻ, പമ്പിനകത്ത് സെൻട്രിഫ്യൂഗൽ പമ്പോ റെസിപ്രോക്കേറ്റിംഗ് പമ്പോ, ഇതാണ് നമ്മുടെ സിലബസിലെ മൂടി. അപ്പൊ ഹൈഡ്രോളിക് ടർബൈൻ പഠിക്കുമ്പോൾ, ടർബൈൻ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് അവിടെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടർബൈനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടർബൈന്റെ ഇൻലെറ്റിൽ കിട്ടുന്ന ഹെഡിനെ ബേസ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ടർബൈന്റെ ഇൻലെറ്റിലുള്ള എനർജിയെ ബേസ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ. അവിടെ നമ്മൾ ഇമ്പൾസ് ടർബൈൻ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ, ഇമ്പൾസ് ടർബൈൻ, അതേപോലെ തന്നെ റിയാക്ഷൻ ടർബൈൻ എന്നൊക്കെ നമ്മൾ ബേസ് എല്ലാ സ്ട്രീമുകാരും കേട്ടിട്ടുള്ളതായിരിക്കും. സോ ഇതെന്താണ്, ഇതിന്റെ എക്സാമ്പിൾസുകൾ എങ്ങനെയാണ്? അപ്പൊ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കണം. അതേപോലെ തന്നെ പ്രധാനമായിട്ടും 3 ടർബൈനുകളാണ് നിങ്ങളുടെ പ്രധാനമായിട്ടും ഒന്ന് നോക്കി പോകേണ്ടത്. വെൽട്ടൺ ടർബൈൻ, അതേപോലെ തന്നെ ഫ്രാൻസിസ് ടർബൈൻ, മൂന്നാമത്തത് കപ്ലാൻ ഓർ പ്രൊപ്പല്ലർ ടർബൈൻ. ഈ 3 ടർബൈനുകളുടെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നല്ലത് തന്നെയാണ്. എക്സാമ്പിൾസ് നമ്മൾ ഈ ഓരോ ടർബൈനും നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതിലൊക്കെ ഏതിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത് എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ ടർബൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ടർബൈനകത്ത് നമ്മൾ കുറെ എഫിഷ്യൻസികൾ പറയുന്നുണ്ട്. ഹൈഡ്രോളിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ കുറച്ച് എഫിഷ്യൻസികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ എഫിഷ്യൻസികളെല്ലാം തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഡെഫിനിഷൻസ്, ഇക്വേഷൻസ് ഒക്കെ നോക്കിയിരിക്കണം. ദെൻ അതേപോലെ കുറച്ച് ടേമുകൾ, സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ടർബൈനിൽ പഠിക്കുന്നുണ്ട്. സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതേപോലെ കുറച്ച് യൂണിറ്റ് ക്വാണ്ടിറ്റീസുകൾ നമ്മുടെ ടർബൈനിൽ പറയുന്നുണ്ട്. യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് ഡിസ്ചാർജ്, യൂണിറ്റ് പവർ. അപ്പൊ അതൊക്കെ സിമ്പിൾ ഡെഫിനിഷൻസും ചെറിയ ഇക്വേഷൻസ് ഒക്കെ ഉള്ളതാണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. അങ്ങനെ കുറെ കണ്ടന്റുകൾ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്?
ടർബൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കണം. പേര് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ടർബൈൻ, ഹൈഡ്രോളിക് ടർബൈനേ ഉള്ളൂ. പക്ഷെ കണ്ടന്റുകൾ നമുക്ക് അവിടുന്ന് കുറച്ച് കാര്യമായി തന്നെ പഠിക്കാം. ഓക്കെ, പമ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ സിലബസിൽ എക്സാമിൽ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന രണ്ടെണ്ണം സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും തന്നെയാണ്. അപ്പൊ അവിടെയും ഈ പറയുന്ന പോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്, പമ്പിന്റെ സ്പെസിഫിക് സ്പീഡുമായിട്ടുള്ള കൺസെപ്റ്റ്, അതൊക്കെ നമുക്ക് അവിടെയും പഠിക്കണം. ദെൻ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ പറയുന്നുണ്ട്. അതൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരാവുന്നതാണ്. സ്ലിപ്പ്, എയർ വെസൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ടേമുകളും ഒക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കിയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ടർബോ മിഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കും. ഓക്കെ, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്കാണ്. നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെക്കാനിക്കൽ സ്ട്രീമിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് അങ്ങനെ എല്ലാം ഒന്നും നമുക്ക് പഠിക്കേണ്ട. നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ നിന്ന് എന്തൊക്കെ കണ്ടന്റുകളാണോ പറയുന്നത് അതൊക്കെ നമ്മൾ ഈ ഒരു IO എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ അവിടെ നമ്മൾ ആദ്യം എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തെ പറ്റി പഠിക്കണം. എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ 2 സൈക്കിളുകളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്ന് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് മാക്സിമം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് തരുന്നതാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. അതെന്താണ്, അതിലെ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതാണെന്ന് പഠിക്കണം. നമ്മുടെ എയർ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന സൈക്കിൾ ആണ് നമ്മുടെ ബെൽ കോൾമാൻ സൈക്കിൾ. ബെൽ കോൾമാൻ സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ റിവേഴ്സ്ഡ് ജൂൾ ഓർ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഈ സൈക്കിളിനെ പറ്റി നമ്മൾ അറിയണം. ആ സൈക്കിളിലെ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ദെൻ അവിടെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ പറ്റിയൊക്കെ നമ്മളൊന്ന് നോക്കിയിരിക്കണം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ദെൻ നമുക്ക് VCRS ആൻഡ് VRS സിസ്റ്റം. VCRS എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, VCRS മീൻസ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ശ്രദ്ധിക്കണം, VCRS എന്ന് പറയുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവും VAR എന്ന് പറയുന്നത് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അപ്പൊ ഈ 2 സിസ്റ്റങ്ങളുടെയും ബേസിക് വർക്കിംഗ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്തുള്ള ഡിഫറെന്റ് കമ്പോണൻസുകൾ ഏതൊക്കെയാണ്, ആ ഓരോ കമ്പോണന്റിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയിരിക്കുക. അതേപോലെ VARS കുറച്ച് ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ അക്വാ അമോണിയ സിസ്റ്റം, ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇലക്ട്രോലൈറ്റ് റെഫ്രിജറേഷൻ, അങ്ങനെ 2-3 സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ ആ സിസ്റ്റങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് എന്താണ്, അബ്സോർബർ എന്താണ്, ആ ഒരു കണ്ടന്റ് തന്നെയാണ് മിക്കപ്പോഴും PSC എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ VARS പഠിക്കുമ്പോൾ ജസ്റ്റ് ആ 3 സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ്, അബ്സോർബന്റ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ള പേരുകളെങ്കിലും ബേസിക് ആയിട്ട് ജസ്റ്റ് നോക്കുക. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് VARS ചെയ്യുന്ന PSC എക്സാമിന് കാണുന്നത്. ആ കണ്ടന്റ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കിയിരിക്കാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്കൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻസ്. റെഫ്രിജറൻസിന്റെ പ്രോപ്പർട്ടി. അവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസുകളാണ് നമ്മൾ പ്രധാനമായിട്ട് റെഫ്രിജറൻസിന്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ ഒരുപാട് പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ആയിക്കോട്ടെ, ഫ്രീസിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അതേപോലെ തന്നെ സ്പെസിഫിക് വോളിയം, ഇതൊക്കെ റെഫ്രിജറന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഹൈ ആണോ ലോ ആണോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിനകത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് റെഫ്രിജറൻസിന്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിനാണ്. കാരണം അതാണ് മോസ്റ്റ്ലി നമുക്ക് എക്സാമിൽ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ദെൻ സൈക്രോമെട്രി. കഴിഞ്ഞ IO എക്സാമിന് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചത് സൈക്രോമെട്രി. അവർ ഈ പറയുന്ന കണ്ടന്റുകളിൽ നിന്നെല്ലാം മിനിമം 1 അല്ലെങ്കിൽ 2 ചോദ്യം വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിന് ചോദ്യം വന്നത് സൈക്രോമെട്രിയിൽ നിന്നായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ് എക്സാമിൽ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റുകളിൽ നിന്നൊക്കെ ഏത് കണ്ടന്റിൽ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടാണ് സാധ്യത. കാരണം നമ്മൾ ഇതിനകത്ത് 3 കണ്ടന്റ് പഠിച്ച് പോയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ പഠിക്കാതെ കണ്ടന്റ് നമുക്ക് ആ സബ്ജക്റ്റിൽ നിന്നുള്ള മാർക്ക് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കണ്ടന്റ് പഠിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പൊ സൈക്രോമെട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ബേസിക് ആയിട്ട് സൈക്രോമെട്രി പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയിരിക്കണം. അതേപോലെ തന്നെ അവിടെ നമ്മൾ കുറച്ച് ടേമുകൾ ജസ്റ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ഡിപ്രഷൻ, ഡ്രൈ ബൾബ് ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ, അങ്ങനെ കുറച്ച് ടേമുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ആ സൈക്രോമെട്രിക് ചാർട്ട് എങ്ങനെയാണ് അതിനകത്ത് ഓരോ ലൈനുകൾ വരുന്നത് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് പഠിക്കണം, സൈക്രോമെട്രിക്
പ്രോസസ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് പഠിക്കണം. കാരണം അവിടെ 7-8 സൈക്രോമെട്രിക് പ്രോസസ് പഠിക്കണം. അപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് ഓരോ സൈക്രോമെട്രിക് പ്രോസസ്സിലും നടക്കുന്ന പ്രോപ്പർട്ടി വേരിയേഷൻ, ട്രൈബൽ ടെമ്പറേച്ചർ, വെറ്റ് ടെമ്പറേച്ചർ ഒക്കെ എന്ത് സംഭവിക്കുന്നത് മാത്രം ഒന്ന് പഠിച്ചു പോയാൽ അത് നമ്മളൊരു ടേബിൾ ഒക്കെ ആക്കി എന്ത് ചെയ്യും വൃത്തിയായി നമ്മൾ പഠിച്ചു വെക്കുക. അതിനകത്ത് ഒരു ചോദ്യം വന്നാൽ നമ്മളത് ഷോർട്ടായിട്ട് എഴുതിയിരിക്കാം. അപ്പൊ ആ രീതിയിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും സൈക്രോമെട്രിക് പ്രോസസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ്. ഓട്ടോമൊബൈലിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ IC എഞ്ചിനകത്ത് പഠിക്കും. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ നമ്മൾ എഞ്ചിനിൽ എന്ത് ഡെവലപ്പ് ചെയ്തു, പവർ ഒക്കെ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഈ പവർ എഞ്ചിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ മതിയോ, നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടോമൊബൈലിന്റെ പല കമ്പോണന്റിലേക്ക് നമുക്ക് ഈ പവറിനെ എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലേ. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കമ്പോണൻസുകൾ, അതിന് കുറച്ച് ഡിവൈസസുകൾ ഓട്ടോമൊബൈൽസിൽ കാണണം. അപ്പൊ അതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി നടത്തണം. അതാണ് പവർ ട്രാൻസ്മിഷൻ ഇൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ്. അതിൽ നമ്മുടെ ക്ലച്ചിനെ പറ്റി പഠിക്കും. ഗിയർ, ഈ ഗിയർ നിങ്ങൾ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതകൾ. ഒരുപാട് കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയറുകളുണ്ട്. ഗിയറിനകത്ത് കുറച്ച് ഗിയർ നോമൻക്ലേച്ചറുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കണം. ദെൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ എന്തിനാണ് നമ്മൾ ഓട്ടോമൊബൈൽ ഡിഫറൻഷ്യലിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിനുശേഷം റിയർ ആക്സൽ ഡ്രൈവ്. അപ്പൊ നമ്മളെ എഞ്ചിനകത്ത് ഡെവലപ്പ് ചെയ്ത പവറിനെ നമ്മൾ ഈ പറയുന്ന കമ്പോണന്റുകൾ, ഈ പറയുന്ന ഡിവൈസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് റിയർ ആക്സൽ ഡ്രൈവിലൂടെ നമ്മൾ എവിടെ എത്തിക്കും, വെഹിക്കിളിന്റെ വീലുകളിൽ എത്തിക്കും. അപ്പൊ ആ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിവൈസസിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി, അതാണ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ സിലബസിൽ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡിവൈസസുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ക്ലച്ച് പഠിക്കണം, ഗിയർ പഠിക്കണം, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പഠിക്കണം, ഡിഫറൻഷ്യൽ പഠിക്കണം, റിയർ ആക്സൽ ഡ്രൈവുകൾ പഠിക്കണം. ഇവിടെ നിങ്ങൾ ഗിയർ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗിയറിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ ഡിഫറൻഷ്യലിന്റെ വർക്കിംഗ് കാര്യങ്ങളും ഒക്കെ നമുക്ക്. അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് പവർ ട്രാൻസ്മിഷൻ ഇൻ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഇനി നമ്മൾ പോകുന്ന കുറച്ച് തിയറട്ടിക്കൽ ആയിട്ടുള്ള കണ്ടന്റുകളിലേക്കാണ് കംപ്ലീറ്റ്ലി. അടുത്ത നമ്മുടെ സിലബസിലെ മെഷീൻ ടൂളിനെ പറ്റി നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. മെഷീൻ ടൂൾസ്. അപ്പൊ ഈ മെഷീൻ ടൂൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ നമ്മുടെ മെക്കാനിക്കൽ ലാസ്റ്റ് മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന മെഷീൻ ടൂളിനെ പറ്റി ആ കണ്ടന്റ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ട് പോകുന്നത് ലെയ്ത്ത്, ഷേപ്പർ, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ. ഈ 5 മെഷീൻ ടൂൾ നമ്മൾ പഠിക്കണം. ഈ 5 മെഷീൻ ടൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഓരോ മെഷീൻ ടൂളിലെയും പാർട്സുകൾ, ഡിഫറെന്റ് പാർട്സുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻസുകൾ. ഇപ്പൊ ലേത്ത് ആണെങ്കിൽ ലേത്തിൽ ഏതൊക്കെ പാർട്ടുകളാണുള്ളത്, ആ ഓരോ പാർട്ടിന്റെയും ഫംഗ്ഷൻ എന്താണ്. അതേപോലെ ഈ ഓരോ മെഷീൻ ടൂളിനെയും പഠിക്കണം. അതേപോലെ ഈ ഓരോ മെഷീൻ ടൂളിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്, ഇതിൽ നിന്നായിരിക്കും മോസ്റ്റ്ലി ചോദ്യം വരാൻ പോകുന്നത്. നമ്മളിപ്പോ ലേത്ത് എടുക്കുവാണെങ്കിൽ ലേത്തിനകത്ത് പല ഓപ്പറേഷൻ നമ്മൾ ചെയ്യും. ടേണിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യും അല്ലെ, ടേണിംഗ്. അതേപോലെ ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന പല ഓപ്പറേഷൻസുകൾ നമുക്ക് ലേറ്റിൽ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ മില്ലിംഗ് മെഷീൻ എടുക്കുവാണെങ്കിൽ ഗിയർ കട്ടിങ് ചെയ്യും. ഡ്രില്ലിംഗ് മെഷീൻ എടുക്കുവാണെങ്കിൽ നമ്മളവിടെ ബോറിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യും അല്ലെ, ബോറിംഗ്, ഹോളുകൾ ഡ്രിൽ ചെയ്യുന്ന. അങ്ങനെയുള്ള ഓരോ മെഷീൻ ടൂളിൽ നമ്മൾ ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ മെഷീൻ ടൂളിലെയും പാർട്സുകൾ നോക്കുക, അതേപോലെ അതിന്റെ ഫംഗ്ഷൻസുകൾ നോക്കുക. ഓരോ മെഷീൻ ടൂളിൽ നിങ്ങൾ ചെയ്യുന്ന ഓപ്പറേഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. മേ ബി ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷന്റെ ഡെഫിനിഷൻ ആയിരിക്കും ഒരു തരുന്നത്, അതിന്റെ ഏത് ഓപ്പറേഷൻ ആണ് എന്നൊരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ പറയപ്പെടുന്ന ഓപ്പറേഷൻ ഏത് മെഷീൻ ടൂളിലാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസുകളെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് വരത്തുള്ളൂ. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക എന്നുള്ളതാണ് മെഷീൻ ടൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പാർട്സ്, ആ ഒരു പാർട്സിന്റെ ഫംഗ്ഷൻസ്, ഓപ്പറേഷൻസുകൾ, ഓരോ മെഷീൻ ടൂളിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്. മില്ലിങ്ങിലൊക്കെ നമ്മൾ അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഓപ്പറേഷൻ, അതൊക്കെ ഡെഫിനിഷൻ ബേസ് തന്നെ മിക്കപ്പോഴും PSC എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ ഗ്രൈൻഡിംഗ് മെഷീൻ ആയിക്കോട്ടെ, അവരൊക്കെ ഡയറക്റ്റ് ഡെഫിനിഷൻ. നമ്മൾ ഒരു പ്രാവശ്യം ആ ഒരു തിയറി പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മളെ ചോദ്യം കിട്ടും. അങ്ങനെയുള്ള ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസുകളാണ് ചോദ്യം. പിന്നെ ഈ മെഷീൻ ടൂളൊക്കെ ചെയ്യുന്ന സമയം, പഠിക്കുന്ന സമയം നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് എന്ത് ചെയ്യണം, ഈ ഒരു പോർഷനിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ തന്നെ വരും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മെഷീൻ ടൂളിൽ നിന്ന് ഇത്രയും മെഷീൻ ടൂൾസും അതിന്റെ പാർട്സ്, ഫംഗ്ഷൻസ്, ഓപ്പറേഷൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ദെൻ അതിനുശേഷം നമ്മുടെ സിലബസിലെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്, പ്രധാനമായിട്ട് നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അത് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ IEO ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ മാനുഫാക്ചറിംഗ് പ്രോസസ് ചെയ്യുന്ന പ്രധാനമായിട്ട് കാസ്റ്റിംഗ്, വെൽഡിങ്. കഴിഞ്ഞ പ്രാവശ്യത്തെ IEOക്ക് കാസ്റ്റിംഗിൽ നിന്നായിരുന്നു ഒരു ചോദ്യം വന്നത്.
അപ്പൊ 7 മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ കാസ്റ്റിംഗ് നമുക്ക് പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതേപോലെ ഡിഫറെന്റ് കാസ്റ്റിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ വെൽഡിങ്, ഡിഫറെന്റ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്, അങ്ങനെ ഡിഫറെന്റ് വെൽഡിങ് മെറ്റീരിയൽ, വെൽഡിങ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്. അതേപോലെ ഡിഫറെന്റ് ഇലക്ട്രോഡുകൾ, നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വെൽഡിങ്ങിലും ഏത് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാസ്റ്റിംഗ് വെൽഡിംഗ് ആണ് പ്രധാനമായിട്ടും 2 മാനുഫാക്ചറിംഗ് പ്രോസസ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. ഇതിൽ നിന്ന് ചോദ്യങ്ങളാണ് മോസ്റ്റ്ലി വരാൻ സാധ്യത കൂടുതൽ. അത് കൂടാതെ നമ്മൾ കുറച്ച് മെറ്റൽ ഫോമിംഗ് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഫോർജിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, റോളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഇങ്ങനെ കുറച്ച് മെറ്റൽ ഫോമിംഗ് പ്രോസസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കണം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം കാസ്റ്റിംഗ് എന്നൊരു ചോദ്യമാണ്. കാസ്റ്റിംഗ് വെൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ആദ്യം നോട്ടി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മെറ്റൽ ഫോമിംഗ് പ്രോസസ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി തന്നെ പോകണം. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ചെയ്യുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിരിക്കുക. ഒരു ഡയറക്റ്റ് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നിന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് തന്നെ നോക്കുക. മെറ്റീരിയൽ സയൻസ് ചോദിക്കുകയാണെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ അതൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇതിലും ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും കണ്ടന്റുകൾ പഠിച്ചിട്ട് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ എന്നൊക്കെ ബേസിക് നോക്കി പോകുന്നത് നല്ലത് തന്നെയാണ്. പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് തന്നെയാണ്. അതിന് വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇലക്ട്രിക്കൽ സെഷനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ. സോ 6 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ഇലക്ട്രിക്കൽ ടോപ്പിക് ഈ ഒരു എക്സാമിനേഷന്റെ സിലബസിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. സോ 6 സെഷൻ എന്ന് പറയുമ്പോൾ 6 സെപ്പറേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നുള്ള ഭാഗമാണ്. ഓക്കെ, നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ സർക്യൂട്ടുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് പറയാം. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മെഷീൻസിൽ നമുക്കത് റിക്വയർഡ് ആണ്, അതുപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ റിക്വയർഡ് ആണ്. അങ്ങനെ ഒരുപാട് സെഷനിൽ നമുക്ക് ഈ ഒരു ലോന്റെ അപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് AC ഫണ്ടമെന്റൽസ് ആണ്, അൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ്. നമുക്കതിൽ RMS വാല്യൂ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ നോക്കാനുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ 3 ഫേസ് സിസ്റ്റം. 3 ഫേസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് അതിലേക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ജനറേഷൻ ഓഫ് ദ പവറിലാകെ 2 ടോപ്പിക്കേ അവിടെ പറഞ്ഞിട്ടുള്ളൂ, നമുക്കത് നോക്കാം. ആൻഡ് ദെൻ ഫൈനൽ വൺ ഈസ് മെഷീൻസ്. അങ്ങനെ 6 സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മുടെ സിലബസ് കൊടുത്തിട്ടുള്ളത്. നോക്കാം നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ് KCL ആൻഡ് KVL, കിർച്ചോഫിന്റെ 2 ലോസ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? കിർച്ചോഫിന്റെ കറണ്ട് ലോ ആൻഡ് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ, കിർച്ചോഫ് കറണ്ട് ലോ ആൻഡ് കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഈ ഒരു 2 ടോപ്പിക്കിൽ നിന്ന് മേ ബി എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, KVL ആൻഡ് KCL. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ലോകളൊന്നും അവിടെ പറയുന്നില്ല. നോർട്ടൺ തിയറം, ഇങ്ങനെ തെവനിൻസ് തിയറം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സിലബസിൽ പർട്ടിക്കുലർലി എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതിന് ശേഷം കിർച്ചോഫ് ലോ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് പോകുന്നത് എന്തിലേക്കാണ്? മാഗ്നറ്റിക് സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. നമുക്കറിയാം അവിടെ നമ്മൾ MMF ഈസ് സിമിലർ ടു എന്തെന്ന് പറയുന്നുണ്ട്, EMF എന്ന് പറയുന്നുണ്ട്. റെസിസ്റ്റൻസ് ഈസ് സിമിലർ ടു റിലക്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കമ്പാരിസൺസ്. കറണ്ട് ഈസ് സിമിലർ ടു ഫ്ലക്സ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് റിലേഷൻസ് അല്ലെങ്കിൽ കുറച്ച് അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ MMF എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, റിലക്റ്റൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ദെൻ ഫ്ലക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, ദെൻ അവിടെ കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഇത്രയാണ് ചെറിയൊരു ടോപ്പിക്, കുറഞ്ഞ കാര്യങ്ങളെ ഇതിൻ്റെ അകത്ത് സിലബസിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിലെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, റൈറ്റ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ടോപ്പിക് ഫാരഡേസ് ലോ ആണ്. ഓക്കെ, ഫാരഡേസ് ലോ. വെനെവർ ഫ്ലക്സ് കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ
കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സാർമാരൊക്കെ എന്ത് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, ദെൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഫാരഡേസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് അത് ലെൻസസ് ലോ ആണ്. ഓക്കെ, ലെൻസസ് ലോ അത് എന്താണ്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ കാരണത്തിന് ഓപ്പോസ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ലെൻസസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ദെൻ ലെൻസസ് ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഈ രണ്ട് രീതിയിൽ ഒന്നുകിൽ കണ്ടക്ടറിനെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EMF ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റേഷനറി അല്ലാതെ കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫീൽഡിനെ മോഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കപ്പോൾ ജസ്റ്റ് ഞാൻ സിലബസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതായത് കണ്ടക്ടറിനെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ടും കണ്ടക്ടറിനെ മൂവ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EMF ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുന്നത്, സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യന് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് K എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ടോപ്പിക്കിന്റെ അകത്ത് നമുക്ക് വരാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഫണ്ടമെന്റൽസ് ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ്. അതിൽ ഒന്നാമത് പറയുന്നത് ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വേവ് ഫോംസ് ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെ AC വേവ് ഫോംസ്, നമ്മൾ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും ആദ്യത്തെ ടോപ്പിക്. AC ഫണ്ടമെന്റൽസിലെ ആദ്യത്തെ ടോപ്പിക് ഇത് തന്നെ ആയിരിക്കും. ദെൻ ഫ്രീക്വൻസി, പീരീഡ്, ഇങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസ് നമ്മൾ അവിടെ പഠിച്ചു വെക്കാനുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ഔട്ട് ചെയ്ത് നോക്കണം. ദെൻ കൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ്. ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ AC-യിൽ നമ്മൾ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ AC സർക്യൂട്ടിന് നമുക്ക് എന്ത് പറയാം, ഇംപിഡൻസ് എന്ന് പറയാം. അവിടെ റിയാക്ടൻസ് എന്നുള്ളൊരു ടേമും കൂടെ വരുന്നുണ്ട് അല്ലെ. DC ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, DC സർക്യൂട്ട് ആണെങ്കിൽ കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, അയാൾ ആരാണ്, റെസിസ്റ്റൻസ് ആണ്. പക്ഷേ AC സർക്യൂട്ടിൽ AC കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ഉണ്ട് പ്ലസ് സം റിയാക്ടൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിനെ നമ്മൾ ഇംപിഡൻസ് Z എന്ന് എഴുതാറുണ്ട്. ഓക്കെ, സോ ഇംപിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അടുത്തത് പവർ ആൻഡ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് ഏതൊരു എക്സാമിനേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, പവർ ഫാക്ടർ. പവർ ഫാക്ടർ. ഓക്കെ, പവർ ഫാക്ടർ എന്തുകൊണ്ടാണ് പവർ ഫാക്ടർ കുറയുന്നത്, എങ്ങനെ പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇൻഡെപ്തിൽ നമ്മൾ പറയില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കത് നോക്കാം. ഓക്കെ, അവിടെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്തെന്താ പറയുന്നത്, അടുത്തത് പറയുന്നത് റിയൽ ആൻഡ് റിയാക്റ്റീവ് അപ്പാരന്റ് പവേഴ്സ്. ഓക്കെ, പവർ നമുക്ക് അവിടെ 3 ടൈപ്പ് പവർ ഉണ്ട് നമുക്ക് പറയാൻ. ഓക്കെ, ഒന്നാമത് റിയൽ പവർ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പവർ എന്നൊക്കെ പറയാം. രണ്ടാമത്തത് അതിനെ റിയൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, ആക്റ്റീവ് പവർ എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തത് റിയാക്റ്റീവ് പവർ, നമുക്കത് യൂസ്ഫുൾ ആയിട്ട് കിട്ടാത്ത ഒരു പവർ, പക്ഷെ സോഴ്സ് ആ പവർ എന്ത് ചെയ്യണം, കൊടുക്കണം. അത് ഇൻഡക്ടറിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എനിവേ അത് നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത ഒരു പവറാണ്. ഓക്കെ, ദെൻ അത് രണ്ടും കൂടെ സം ചെയ്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അപ്പാരന്റ് പവർ. KVA-ലൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ VA-ലൊക്കെ നമ്മൾ പറയുന്നതാണ് എന്ത്, അപ്പാരന്റ് പവർ. റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് kVAR ആണ്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ് എന്താണ്, കിലോ വാട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഇവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുമായിട്ട് പവർ ഫാക്ടറിനെ റിലേറ്റ് ചെയ്യാം. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു വാട്ട്, നമുക്കറിയാം KW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡഡ് ബൈ 1000 ആണ്. ആൻഡ് KVA എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, KVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ഡിവൈഡഡ് ബൈ 1000 ആണ്. സോ ഇവിടുന്ന് നോക്കിയാൽ ഈ രണ്ടാൾക്കാരും നമ്മൾ KW ഡിവൈഡഡ് ബൈ KVA ചെയ്ത് കഴിഞ്ഞാൽ ഈ VIയും 1000ഉം കട്ടായി പോയിട്ട് പവർ ഫാക്ടർ കിട്ടും. സോ കിലോ വാട്ട്, അതായത് ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ റിയാക്റ്റീവ് പവർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എന്ത്, ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പാരന്റ് പവർ കേട്ടോ, അപ്പാരന്റ് പവർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് പവർ ഫാക്ടർ. ഇനി പറഞ്ഞേക്കുന്നത് 3 ഫേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 3 ഫേസ്, ജനറേഷൻ ഓഫ് 3 ഫേസ് വോൾട്ടേജസ്, അഡ്വാൻറ്റേജസ് ആൻഡ്
അഡ്വാൻറ്റേജസ് ഓഫ് 3-phase സിസ്റ്റം, നമുക്ക് എന്തൊക്കെയാണ് 3-phase സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ളത്. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാലൻസ്ഡ് ഓൺലി. സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും, നമുക്കവിടെ സോഴ്സിന് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ചെയ്യാം, ലോഡിനെയും സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു സോഴ്സിന് അല്ലെങ്കിൽ ഒരു ജനറേറ്ററിന്റെ ഉള്ളിലുള്ള വൈൻഡിങ്ങുകളെ നമ്മൾ സോഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു കോമൺ പോയിന്റ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെൽറ്റ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിനിങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് അവിടെ ഉണ്ട്. ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, ഇവ തമ്മിലുള്ള റിലേഷൻസ് എന്താണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ്, ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ്, ലൈൻ ആൻഡ് ഫേസ് കറണ്ട് തമ്മിലുള്ള റിലേഷൻസും. ഓക്കെ, റിലേഷൻസ് നമുക്ക് അറിയുന്നതായിരിക്കും ചിലർക്കൊക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, പേടിക്കണ്ട. ഇവിടെ ഈ ഒരു ഫേസിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് ആണ് വി ഫേസ്. രണ്ട് ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് ആണ് എന്ത്, ലൈൻ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ ആക്ച്വലി ഇവിടെ വരാറുള്ളത് ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് എന്നാ. ഈ ഡെൽറ്റ ആണെങ്കിലോ ഈ രണ്ട് ഫേസിന്റെ ഇടയിലുള്ള വോൾട്ടേജ് ആണ്, ഇതാണ് ഫേസ് വോൾട്ടേജ്. ഇത് തന്നെയാണ് അവിടെ എന്ത്, ലൈൻ വോൾട്ടേജ്. ഇനി കറണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചിലതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. ഓക്കെ, ഇവിടെ ഏതാണ് എന്ത്, ലൈൻ കറണ്ട്, ഇതെന്താണ്, ഫേസിലൂടെ പോണ കറണ്ട്, ഈ ഫേസിലൂടെ പോണ കറണ്ട്, അത് രണ്ടും എന്താണ്, സെയിം ആണ്. ഇവിടെ നോക്കിയ ഡെൽറ്റന്റെ കേസിൽ ഇതാണ് എന്ത്, ലൈൻ കറണ്ട്, അത് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഫേസിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെൽറ്റന്റെ കേസിൽ ലൈൻ കറണ്ട് ഈസ് നോട്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്, ബട്ട് സ്റ്റാറിന്റെ കേസിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഡെൽറ്റന്റെ കേസിൽ നമ്മൾ ആ ലൈൻ കറണ്ടിന്റെ റിലേഷൻ പറയുകയാണെങ്കിൽ ഫേസ് കറണ്ടുമായിട്ട് ലൈൻ കറണ്ട് ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു എന്താണ്, ഫേസ് കറണ്ട് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് 3-phase സിസ്റ്റത്തിന്റെ അകത്ത് ജസ്റ്റ് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം, ആൻഡ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത ഒരു ടോപ്പിക്ക് ജനറേഷൻ ഓഫ് പവർ. അതിലാകെ പറഞ്ഞേക്കുന്നത്, ഇവർ സിലബസിൽ പറഞ്ഞേക്കുന്നത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ സോഴ്സസ്, കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ജനറേഷൻ അവിടെ നോക്കാം. ദെൻ നോൺ കൺവെൻഷണൽ നമുക്ക് സോളാർ, വിൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ജസ്റ്റ് സിലബസിൽ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് അവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യും. കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ജനറേറ്റിംഗ്, ഡീസൽ ജനറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വൈദ്യുതി എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് എന്ത്, ഇലക്ട്രിക്കൽ മെഷീൻസ്. ഓക്കെ, മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽസ് ഓൾറെഡി കിട്ടും. എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ആ ഒരു മൊഡ്യൂളിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു സെഷന്റെ അകത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യും. ദെൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ പറയുന്നുണ്ട്, മെഷീൻസിന്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നില്ല, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ആൻഡ് 3-phase ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി കഴിഞ്ഞു. ദെൻ DC ജനറേറ്റർ ആൻഡ് മോട്ടോഴ്സ് ആൻഡ് AC ജനറേറ്റർ ആൻഡ് മോട്ടോഴ്സ്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സിലബസിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ അണ്ടറിൽ തന്നെ ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് ഡിസ്കസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ DC ജനറേറ്റർ, DC മോട്ടോർ സെപ്പറേറ്റ്, AC ജനറേറ്റർ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ള സ്കോപ്പ് അവിടെ നമുക്കുണ്ട്. പക്ഷേ സിലബസിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ആൻഡ് 3-phase ട്രാൻസ്ഫോമർ. ദെൻ അതും വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഏത്, DC ജനറേറ്റർ ആൻഡ് മോട്ടോർ, AC ജനറേറ്റർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് 6 സെഷൻസ് ആണ് നമുക്ക് പർട്ടിക്കുലർലി ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ നിന്ന്, ഇലക്ട്രിക്കൽ സെഷൻ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കുറച്ച് ന്യൂമറിക്കൽസ് ആയിട്ടുള്ള ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡക്ഷൻ ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്, AC ഫണ്ടമെന്റൽസ്, ദെൻ 3-phase സിസ്റ്റം, ജനറേഷൻ ഓഫ് പവർ, ഇലക്ട്രിക്കൽ മെഷീൻസ്.
സോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ വെയിറ്റേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്സ് ടോട്ടലായിട്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്സ് ആണ് വെയിറ്റേജ് മാർക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലോട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാസീവ് ഡിവൈസസ് ആണ്. പാസീവ് ഡിവൈസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. ഈ റെസിസ്റ്റേഴ്സ് തന്നെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ റെസിസ്റ്റേഴ്സ് ആണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, ദെൻ കാർബൺ സിറാമിക് റെസിസ്റ്റൻസ്, ദെൻ കാർബൺ ഫിലിം റെസിസ്റ്റൻസ്, ദെൻ മെറ്റൽ ഫിലിം റെസിസ്റ്റൻസ്, ദെൻ വയർ വൂണ്ട് റെസിസ്റ്റൻസ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഓരോതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, അതിൻ്റെ റേഞ്ചസ്, വാല്യൂസ് എന്താണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് എന്താണ്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് ടൈപ്പും ഉണ്ട്, അതേപോലെ വേരിയബിൾ ടൈപ്പും ഉണ്ട്. ഫിക്സഡ് ടൈപ്പ് ഇൻഡക്ടർ ഉണ്ട്, അതേപോലെ തന്നെ വേരിയബിൾ ടൈപ്പ് ഇൻഡക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഇൻഡക്ടറിൻ്റെ വർക്കിംഗ്, അങ്ങനെ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എനർജി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഡീറ്റെയിലായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ കപ്പാസിറ്ററും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പേപ്പർ കപ്പാസിറ്റർ, അതേപോലെ തന്നെ മൈക്ക കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് കപ്പാസിറ്റർ. അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അതുപോലെ വേരിയബിൾ ടൈപ്പ് ഉണ്ട്. വേരിയബിൾ ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേരിയബിൾ ടൈപ്പ് കപ്പാസിറ്ററും ഉണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഗാങ് ട്രിമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട്, ട്രിമ്മർ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ കപ്പാസിറ്ററിൽ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്, എനർജി സ്റ്റോറേജ്, കപ്പാസിറ്റർ ഇൻഡക്ടറിൽ എങ്ങനെ എനർജി സ്റ്റോർ ചെയ്യും, അതിൻ്റെ ജസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് പാസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെമി കണ്ടക്ടർ ഡയോഡ്സ്. ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സെമി കണ്ടക്ടർ ഡയോഡ്സിൽ നിന്നും. മെയിനായിട്ട് ഇതിനു മുന്നേ നമുക്ക് എന്താണ് എനർജി ബാൻഡ് ഡയഗ്രാം, എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ, എന്താണ് സെമി കണ്ടക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ എനർജി ബാൻഡ് ഡയഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ different types of semiconductors, intrinsic semiconductor and extrinsic semiconductor. Intrinsic semiconductor pure form of semiconductor, intrinsic semiconductor. Extrinsic impure form of semiconductor. Impurities doping extrinsic semiconductor. And then doping in the principle. And then doping in the P type N type P type N type semiconductors ഉണ്ട്. Important ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ മെജോറിറ്റി കാരിയേഴ്സ്, പി ടൈപ്പിൽ എൻ ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ഏതാണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഏതാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ പി എൻ ജംഗ്ഷൻ, പി ടൈപ്പ് എൻ ടൈപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് പി എൻ ജംഗ്ഷൻ കിട്ടും. ദെൻ എന്താണ് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട്, സെമി കണ്ടക്ടറിൽ എന്താണ് ഡിഫ്യൂഷൻ കറണ്ട്, ഡിഫ്റ്റ് കറണ്ട് എന്താണ്, ഡിപ്ലീഷൻ ലെയർ എന്താണ്, പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് എങ്ങനെ ഉണ്ടാവുന്നു, പി എൻ ജംഗ്ഷൻ ബയാസിങ്, രണ്ട് ടൈപ്സ് ഓഫ് ബയാസിങ് ഉണ്ട്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്തായിരിക്കും, ദെൻ അതിന്റെ മൈനോറിറ്റി കറണ്ട്സ് അല്ലേ, മൈനോറിറ്റി കറണ്ട് മെജോറിറ്റി കറണ്ട് ഏതൊക്കെയാണ്, അതൊക്കെ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം. ദെൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഡയോഡ്സിൽ എങ്ങനെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് എങ്ങനെയാണ്. ദെൻ രണ്ട് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ ഉണ്ട് ഡയോഡ്സിൽ, സെന ബ്രേക്ക് ഡൗണും അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. എന്താണ് സെന ബ്രേക്ക് ഡൗൺ, എന്താണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, ഇതിൻ്റെയൊക്കെ വർക്കിംഗും പ്രിൻസിപ്പിളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിയേണ്ട കാര്യമാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, അതിന് റിവേഴ്സ് ക്യാരയും ഉണ്ട്. അപ്പോൾ ഫോർവേഡ് ക്യാരയും റിവേഴ്സ് ക്യാരയും അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്, ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ് സ്റ്റാറ്റിക് ഡയോഡിന്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസ് ആണ് റെക്ടിഫിക്കേഷൻ അല്ലെ, ഡയോഡ് യൂസ് ചെയ്യുന്നത് റെക്ടിഫിക്കേഷന് വേണ്ടിയാണ്. റെക്ടിഫയർ എന്താണ്, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ രണ്ടെണ്ണം ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്, സെന്റർ ടാപ്പും ഉണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയർ സെന്റർ ടാപ്പ് റെക്ടിഫയർ ആണ് ഫുൾ വേവ് റെക്ടിഫയർ. അതിനകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഇതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കണം. ഹാഫ് വേവ് ഫുൾ വേവ് റെക്ടിഫയേഴ്സിൽ
കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് കമ്പയർ തന്നെ പഠിക്കണം. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കമ്പാരിസൺ ഉണ്ട് അല്ലേ? എന്താണ് അതിൻ്റെ റിപ്പിൾ ഫാക്ടർ, എന്താണ് റിപ്പിൾ ഫാക്ടർ, അതിൻ്റെ എഫിഷ്യൻസി, then RMS ലോഡ് കറണ്ട് എന്താണ്. അപ്പം അങ്ങനെ ഓരോ പാരാമീറ്റേഴ്സും ഹാഫ് വേവ് ഫുൾ വേവ് ഡിഫറെൻ്റ് ആണ്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്താണ്. അപ്പോൾ അതൊക്കെ ഓരോ റെക്ടിഫയർ ഡിഫറെൻ്റ് ആണ്. ഹാഫ് വേവ് ഫുൾ ഡിഫറെൻ്റ് ആണ് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ. ഈ പാരാമീറ്റേഴ്സ് കമ്പയർ ചെയ്ത് ചാർട്ട് എടുത്ത് കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ദെൻ ഈ റെക്ടിഫയർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എ സി കോമ്പണന്റിനെ DC ആക്കുന്നതാണ്. അപ്പോൾ AC കോമ്പണന്റിനെ പ്യുവർ DC ആക്കുന്ന ഒരു ഡിവൈസാണ് റെക്ടിഫയർ. അപ്പം അതിനോട് ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ ഡിവൈസ് ആണെന്ന് പറയുന്നത് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പം AC DC ആകുമ്പോഴേക്കും അതിനകത്ത് DC നമുക്ക് കിട്ടിയാലും ശരി, അതിനകത്ത് കുറച്ച് റിപ്പിൾസ് ഉണ്ടായിരിക്കും. ആ റിപ്പിൾസിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിൽറ്റർ സർക്യൂട്ട്സിന്. അതിനെക്കുറിച്ച് ഇരിക്കണം. പിന്നെ ഉള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ്. ഇതൊക്കെയാണ്. സെനഡയോഡ് ഉണ്ട്, ദെൻ ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, വെറൈറ്റഡ് ഡയോഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. ദെൻ സോളാർ സെല്ലിനെ കുറിച്ച് അറിയിക്കണം. സെമിക്കണ്ടക്ടർ ഡിവൈസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൾട്ടിമീറ്റേഴ്സ് ആണ്. മൾട്ടിമീറ്റർ നമുക്ക് അതിൻ്റെ ടൈപ്സ് ഓഫ് മൾട്ടിമീറ്റർ ഉണ്ട്. ഡിജിറ്റൽ അനലോഗ് മൾട്ടിമീറ്റർ ഉണ്ട്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബ്ലോക്ക് ഡയഗ്രം എന്താണെന്ന് പഠിച്ചിരിക്കണം. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. മെയിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഇങ്ങനെ പാരാമീറ്റേഴ്സൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൾട്ടിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിമീറ്റേഴ്സിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ഈ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യുന്നു, ആ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മൾട്ടിമീറ്റർ. നെക്സ്റ്റ് ടോപ്പിക്ക് ഫംഗ്ഷൻ ജനറേറ്റർ ആണ്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം അറിഞ്ഞിരിക്കണം. പിന്നെ വർക്കിംഗ് എങ്ങനെയാണ് ഫംഗ്ഷൻ ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. മെയിനായിട്ട് നമ്മൾ ഫംഗ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ഫോം, ലാബിലൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ ഫംഗ്ഷൻ ജനറേറ്റർ. അതിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് വേവ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുക, ഔട്ട്പുട്ടിൽ ഡിഫറെൻറ്റ് വേവ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിക്കുന്നത്. വേവ് ഫോം എന്നുള്ള സൈൻ വേവ് അല്ലെങ്കിൽ സ്ക്വയർ വേവ് അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ഒക്കെ ഔട്ട്പുട്ടിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മൾ യൂസർ ഡിഫൈൻ ആയിട്ടുള്ള വേവ് ഫോംസ് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ജനറേറ്ററിൽ ഇംപ്ലിമെൻ്റ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ ജനറേറ്റർ എന്താണ്, മൾട്ടിമീറ്റേഴ്സ്. നെക്സ്റ്റ് UPS മീൻസ് അൺലിമിറ്റഡ് പവർ സപ്ലൈ. UPSന്റെ ബ്ലോക്ക് ഡയഗ്രാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് UPS ഉണ്ട്. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ UPS ഉണ്ട്. അതൊരു ഡിഫറൻസ് എന്ന് അറിഞ്ഞിരിക്കണം. ഓൺലൈനും ഓഫ്ലൈൻ UPSന്റെ ഡിഫറൻസ് എന്താണ്. പിന്നെ UPSന്റെ അതിൻ്റെ കൺസെപ്റ്റ്, എന്താണ് UPS, അതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓൺലൈൻ ഓഫ്ലൈൻ UPS ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓൺലൈനും ഓഫ്ലൈൻ UPSന്റെ ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം. ദെൻ ബാറ്ററി സെലക്ഷൻ. UPS നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബാറ്ററി സെലക്ഷൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. പിന്നെ UPSന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക്കേഷൻസ് ഓഫ് UPS അറിഞ്ഞിരിക്കണം. UPS മീൻസ് അൺലിമിറ്റഡ് പവർ സപ്ലൈ. നമ്മുടെ പവർ സപ്ലൈ, മെയിനുള്ള പവർ സപ്ലൈ കട്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഡിവൈസ് ആണെന്ന് പറയുന്നത് UPS എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൊബൈൽ ടെക്നോളജിയിൽ പറയുന്നത് GPS ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS. നമ്മുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ GSM മീൻസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ് GSM. എന്നാൽ 2G, അത് നമ്മൾ 2G ടെക്നോളജിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് GSM. അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ യൂട്ടിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കോമ്പണൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആ കോമ്പണൻസ് ഒക്കെ എന്താണ് അതിൻ്റെ യൂസേജ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതിൻ്റെ വർക്കിംഗ്, എങ്ങനെ നമുക്ക് മെസ്സേജ് നമ്മൾ ട്രാൻസ്മിറ്റ് റിസീവർ എങ്ങനെ നമുക്ക് GSM ഉപയോഗിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യാം. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ആർക്കിടെക്ചറിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാനുണ്ട്. ബ്ലോക്സ് ഒക്കെ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ GPRS ഒരു 2.5G ആ ജനറേഷൻ ടൈമിലാണ് GPRS യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് ആണ് GPRSന്റെ ഫുൾ ഫോം. ജനറൽ പാക്കറ്റ്
റേഡിയോ സർവീസ്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാംസും അതിനകത്തുള്ള എൻറ്റിറ്റീസൊക്കെ നമുക്ക് എന്താണ് പഠിക്കണം. ദെൻ ബ്ലൂടൂത്ത് ഒക്കെ നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ബ്ലൂടൂത്ത് അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി. വൈഫൈ മീൻസ് വയർലെസ് ഫിഡിലിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്, കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് മൊബൈൽ ടെക്നോളജിയിൽ വരുന്നത്. GPS, GSM, GPRS, ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ. നെക്സ്റ്റ് സിലബസിൽ ടോപ്പിക്ക് വരുന്നത് സ്വിച്ചസ് ആണ്. സ്വിച്ചസ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എടുക്കുക, ആ സർക്യൂട്ടിന് ഒന്നെങ്കിൽ മേക്ക് ചെയ്യാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം, ഓൺ ഓഫ് ആക്കുന്നൊരു ഡിവൈസ് ആണ് എന്ന് പറയുന്നത് സ്വിച്ചസ് എന്ന് പറയുന്നത്. സ്വിച്ചസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ സ്വിച്ചസ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്വിച്ചസ് ഉപയോഗിക്കുന്നുണ്ട്, ലാച്ച് സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്, മൊമെന്ററി സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സിലബസിൽ പറഞ്ഞേക്കുന്നത് മെക്കാനിക്കൽ സ്വിച്ചിനെ കുറിച്ചാണ്. ദറ്റ് ഈസ് SPST എന്ന് പറഞ്ഞാൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ. മെയിനായിട്ട് അതിൻ്റെ ഫുൾ ഫോം വന്നിരിക്കണം കേട്ടോ. സിംഗിൾ പോള് സിംഗിൾ ത്രോ ആണ്, സിംഗിൾ പോൾ സിംഗിൾ ത്രോ ആണ് SPST സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ SPDT എന്ന് പറയുമ്പോഴേക്കും സിംഗിൾ പോള് ഡബിൾ ത്രോ ആണ്, ഡബിൾ ത്രോ. അതേപോലെ തന്നെ DPDT എന്ന് പറയുമ്പോഴേക്കും ഡബിൾ പോൾ ഡബിൾ ത്രോ. അപ്പോൾ സ്വിച്ചസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നത് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കാം കേട്ടോ. സ്വിച്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെൻസേഴ്സ് ആൻഡ് റിലേസ്. സെൻസർ എന്താണ് സെൻസർ, എന്താണ് റിലേ, എന്താണ് അതിൻ്റെ വർക്കിംഗ്, അതാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് സെൻസർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സെൻസർ എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ, അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിലെ ടെമ്പറേച്ചറിൽ എന്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. അതുപോലെ പ്രഷർ ആണെങ്കിൽ പ്രഷർ സെൻസർ ഉണ്ട്, അല്ലേ, പ്രഷർ സെൻസർ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ സെൻസർ തന്നെ ഉള്ളതാണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, RTD, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. ദെൻ തെർമോകപ്പിൾ, ദെൻ തെർമിസ്റ്റർ, ഇതൊക്കെ ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. തെർമിസ്റ്റർ ഇതൊക്കെ ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. പ്രഷർ ആണെങ്കിൽ നമുക്കറിയാം ബോർഡ് ആൻഡ് ട്യൂബ്, ദെൻ മാനോമീറ്റർ, ഇതൊക്കെ പ്രഷർ സെൻസിങ് സെൻസേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് റിലേ ആണ്. റിലേ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതുപോലെ അതിൻ്റെ വർക്കിംഗ്, മെയിനായിട്ട് അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പഠിക്കണം. റിലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായാൽ, അല്ലെങ്കിൽ സ്വിച്ചസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ച് തന്നെയാണ് റിലേ എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് മെയിനായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, റിലേസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഈ സ്വിച്ച് പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് റിലേസ്. വെച്ചാൽ SPST റിലേ ഉണ്ട്, SPDT റിലേ ഉണ്ട്, DPDT റിലേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് DPST ഉണ്ട്, ഡബിൾ പോള് സിംഗിൾ ത്രോ റിലേയും ഉണ്ട്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ ഫോംസ് ഓഫ് റിലേ ബേസ് ചെയ്ത് ഫോം എ റിലേ ഉണ്ട്, ഫോം B റിലേ ഉണ്ട്, ഫോം C റിലേ ഉണ്ട്, ഫോം D റിലേ ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പറേഷൻ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് റിലേ, ഇലക്ട്രോ മെക്കാനിക്കൽ സോളിഡ് സ്റ്റേറ്റ് റിലേ, ഹൈബ്രിഡ് റിലേ, ഇലക്ട്രോ തെർമൽ റിലേ. ഇതൊക്കെ റിലേസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, മെയിനായിട്ട് ഇതിന്റെ യൂസസ്, സെൻസസ് ഏതൊക്കെ സെൻസസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, റിലേസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, അതിന്റെ യൂസസും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്ത ടോപ്പിക്കാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. പബ്ലിക് അഡ്രസ് സിസ്റ്റം ബ്ലോക്ക് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മൈക്രോഫോൺ. ഫസ്റ്റ് ബ്ലോക്കാണ് മൈക്രോഫോൺ. നെക്സ്റ്റ് ബ്ലോക്ക് പ്രീ ആംപ്ലിഫയർ. നെക്സ്റ്റ് ബ്ലോക്ക് പവർ ആംപ്ലിഫയർ. നെക്സ്റ്റ് ബ്ലോക്കാണ് ലൗഡ് സ്പീക്കർ ടു ദ ഔട്ട്പുട്ട്, അല്ലേ. മെയിനായിട്ട് നമ്മൾ പബ്ലിക് അഡ്രസ് സിസ്റ്റം പ്രസന്റ് ചെയ്യുന്ന എവിടെയാണ്, ലാർജ് പബ്ലിക്കിലാണ് നമ്മൾ പബ്ലിക് അഡ്രസ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു അനൗൺസ്മെന്റ് നടക്കും, ഓഫീസിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആണെങ്കിൽ ലാർജ് ക്രൗഡിൽ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സൗണ്ട് ആംപ്ലിഫിക്കേഷൻ ഡിവൈസ് ആണെന്ന് പറയുന്നത് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻ ബ്ലോക്ക് മൈക്രോഫോൺ ഉണ്ട്, പ്രീ ആംപ്ലിഫയർ ഉണ്ട്, പവർ ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. നമുക്ക് മൈക്രോഫോൺ എന്താണെന്ന് നമുക്കറിയാം. മൈക്രോഫോണിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ വരുന്ന ഇൻപുട്ട് ചെയ്യുന്ന സിഗ്നൽ ഏതാണോ
സൗണ്ട് സിഗ്നൽ ആണെങ്കിൽ ആ സൗണ്ടിനെ നമ്മൾ ഇലക്ട്രിക്കലാക്കി മാറ്റുക. അതാണ് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പ്രീ ആംപ്ലിഫയർ. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേക്ക് ആംപ്ലിഫൈ, അതായത് വരുന്ന സിഗ്നലിൽ ഒന്നുകൂടെ പവർ കൂട്ടി ആംപ്ലിഫൈ ചെയ്യുക. അതാണ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ. ആംപ്ലിഫിക്കേഷൻ, ആംപ്ലിഫയർ അല്ലേ. ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കിട്ടുന്ന ആംപ്ലിഫൈ കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലേ, കിട്ടുന്ന ഒരു സൗണ്ട്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും ആംപ്ലിഫൈ കിട്ടുന്നത്. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് സൗണ്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ലൗഡ് സ്പീക്കറിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. സോ പബ്ലിക് അഡ്രസ്സിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വന്നിരിക്കണം. ലൗഡ് സ്പീക്കർ എന്താണ്? ആംപ്ലിഫയർ. പിന്നെ മൈക്രോഫോൺസ് ഉണ്ട്. അതുപോലെ മൈക്രോഫോണിന്റെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോഫോൺസ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഡൈനാമിക് ഉണ്ട്, ഡൈനാമിക് മൈക്രോഫോൺ, ദെൻ കണ്ടൻസർ ടൈപ്പ്, ദെൻ റിബൺ ടൈപ്പ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോഫോൺസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേസർ മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ വേരിയസ് ടൈപ്സ്, മൈക്രോഫോണിന്റെ വേരിയസ് ടൈപ്സ് ആണ് ഇപ്പം പറഞ്ഞത്. ഡൈനാമിക്, കണ്ടൻസർ, റിബൺ, ലേസർ, കാർബൺ മൈക്രോഫോൺസ്. അതിനെക്കുറിച്ചും ആ ടൈപ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ അതിന്റെ കമ്പാരിസൺ, അതങ്ങനെ കമ്പയർ ചെയ്യണം. കമ്പാരിസൺസ്, എല്ലാത്തിൻ്റെയും കമ്പാരിസൺസും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. അതിന്റെ ഫീച്ചേഴ്സ്, മൈക്രോ കൺട്രോളർ ഫീച്ചേഴ്സ് എന്താണ്? പിന്നെ ബ്ലോക്ക് ഡയഗ്രാം. ഒരു 8-bit മൈക്രോ കൺട്രോളർ ആണ് 805 എന്നത്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം. അതിന്റെ ഓരോ ബ്ലോക്സ് എന്താണ്, അതിനെക്കുറിച്ച് ഓരോന്നിന്റെയും ബ്ലോക്സിനെ കുറിച്ച് അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നൊക്കെ വേണ്ടി അറിഞ്ഞിരിക്കണം. ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, മൈക്രോ കൺട്രോളേഴ്സിന്റെ ഇൻഡസ്ട്രിയൽ എന്താണ് ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുന്നത്. ദെൻ മൈക്രോ പ്രോസസർ, 805 മൈക്രോ പ്രോസസർ, അതിന്റെ ആർക്കിടെക്ചർ, ആ ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ട്, ആ ബ്ലോക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് ആയിരിക്കണം. രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ദെൻ അഡ്രസ്സിംഗ് മോഡ്സ് എന്താണ്, 885 ഉപയോഗിക്കുന്ന അഡ്രസ്സിംഗ് മോഡ്സ്, അസംബ്ലി ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം. വിത്തൗട്ട് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാത്ത അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് മൈക്രോ പ്രോസസറിൽ 8085 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ സിലബസ് എന്ന് പറയുന്നത്. 20 മാർക്സിന്റെ വെയിറ്റേജ് ആണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യണം എല്ലാവരും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു എക്സാം പ്രീവിയസ് 2018 നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പുതിയൊരു എക്സാമിന് വേണ്ടി നമ്മളുള്ള തയ്യാറെടുപ്പിൽ ഇപ്പോഴേ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി സിലബസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. എങ്ങനെ കൺസെപ്റ്റിലോട്ട് പോവാം. കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും പ്രധാനമായ ഒരു സബ്ജക്ട് തന്നെയാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഇത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എ സിമ്പിൾ മോഡൽ ഫോർ കമ്പ്യൂട്ടർ വിത്ത് അക്വിസിഷൻ ഓഫ് ഡേറ്റ. അതായത് ഒരു ബേസിക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് എന്നും എങ്ങനെയാണ് അവിടെ ഡേറ്റാനെ ഗ്യാദർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡേറ്റാനെ ആ സിസ്റ്റത്തിലൂടെ അക്വയർ ചെയ്യുന്നത്. അവിടെ നമുക്ക് സർട്ടൺ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ആ ഡേറ്റയുടെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഡേറ്റാനെ എങ്ങനെ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിന്റെ മെക്കാനിസംസ് എങ്ങനെയാണ്, ഇൻപുട്ട് ഡിവൈസ് എങ്ങനെ ഇന്റർഫേസ് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അങ്ങനെ അക്വയർ ചെയ്തെടുത്തിരിക്കുന്ന ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആ സ്റ്റോറേജ് ഓഫ് ഡേറ്റ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാനെ എങ്ങനെ അറ്റൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെമ്മറിയിൽ ഏത് ബൈറ്റ് ഓർഡറിലാണോ ബിറ്റ് ഓർഡറിലാണോ ഡേറ്റാനെ സ്റ്റോർ ചെയ്യുന്നത്, മെമ്മറിയിൽ ആ ഡേറ്റയുടെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും, മെമ്മറിയിൽ ഏത് മോഡലിലായിരിക്കും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. അതോടൊപ്പം തന്നെ മെമ്മറി ഹൈറാർക്കിയെ കുറിച്ചും പഠിക്കാനായിട്ടുണ്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഡേറ്റാനെ നമ്മൾ ഇനി എന്തായാലും പ്രോസസ് ചെയ്തേ പറ്റൂ. പ്രോസസിംഗ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഈ ഡേറ്റാനെ മെമ്മറിയിൽ നിന്ന് എടുക്കുകയും പ്രോസസറിലോട്ട് കൊണ്ടുവരികയും പ്രോസസറിൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഡേറ്റാനെ മെമ്മറിയിൽ അഡ്രസ്സിംഗ് ചെയ്യുന്നത്, ഡിഫറെന്റ് അഡ്രസ്സിംഗ് മെക്കാനിസംസ് എന്തൊക്കെയാണ്, അതോടൊപ്പം ALUന്റെ കൺസെപ്റ്റ് എന്താണ്, ALUന്റെ ഒരു മോഡലിംഗ് എങ്ങനെയാണ്,
അതോടൊപ്പം തന്നെ ALUവിലെ കോമ്പണൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ALU ഈ ഡേറ്റാനെ പ്രോസസ്സ് ചെയ്യുന്നത്, ചുമ്മാ അങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റുമോ, ALU ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സിങ്ക്രണൈസേഷൻ മെക്കാനിസം ഉണ്ടോ, അവിടെ ക്ലോക്സ് യൂസ് ചെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോസസ്സിംഗിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഈ പ്രോസസ് ചെയ്ത ഡേറ്റാനെ എന്താണ് ചെയ്യുന്നത്, മേ ബി ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വീണ്ടും മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുകയോ ആയിരിക്കും ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ഇത് ഡേറ്റ കൊടുക്കുന്നത് എന്നും ആ ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഇന്റർഫേസിംഗ് എങ്ങനെയാണ് എന്നും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കേണ്ടത് ഡീറ്റെയിൽസ് ഓഫ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് എപ്പോഴും നമുക്ക് ഇത് ബേസിക്കലി അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഒരു കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് CPU പറയാറുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് പറയാറുണ്ട്, മെമ്മറി പറയാറുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് ഡിവൈസിലോട് അല്ലെങ്കിൽ പ്രോസസറുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറിയുടെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ നോക്കണം. അതുപോലെ തന്നെ പ്രോസസർ എന്താണ്, പ്രോസസറിൽ വരുന്ന അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ബസ്സുകളുടെ സ്ട്രക്ചറുകൾ, അഡ്രസ് ബസ് എന്താണ്, മെമ്മറി ബസ് എന്താണ്, ഡിഫറെന്റ് കൺട്രോൾ യൂണിറ്റുകൾ എങ്ങനെയാണ്, കൺട്രോൾ സിഗ്നൽസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ദെൻ പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. മെമ്മറിയുടെ രണ്ട് ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി മെമ്മറിയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, സെക്കൻഡറി സ്റ്റോറേജ് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സിൽ വരുന്നത്, അതോടൊപ്പം തന്നെ ഇതിന്റെ ടെക്നോളജി എങ്ങനെയാണ്, ഇതിന്റെ മാനുഫാക്ചറിംഗ് ടെക്നോളജി, ഇതിന്റെ സ്പീഡ്, ആക്സസ് ടൈം, ഇതിനനുസരിച്ച് എങ്ങനെയാണ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ വരുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു അവയർനെസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത ഒരു മൊഡ്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക് ഡേറ്റ റെപ്രസെന്റേഷൻ ആണ്. ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് തന്നെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റത്തിൽ ഡേറ്റാനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കവിടെ നമ്പർ സിസ്റ്റം അറിയാം. നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡേറ്റാനെ റെപ്രസെന്റേഷൻ അല്ലെ, ഫിക്സഡ് പോയിന്റ് നമ്പർ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് നമ്പർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം വരുന്നുണ്ട്. അത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ടാണ്. അതിനുശേഷം ബൈനറി നമ്പേഴ്സ് ഉണ്ട്. ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷനിൽ വരുന്ന ആ ബൈനറി നമ്പേഴ്സിനെ നമുക്ക് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചുള്ള കൺവേർഷൻസും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ദെൻ റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സ്. എങ്ങനെയാണ് ഒരു ഇന്റിജറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ചിലപ്പോൾ വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ് കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ടുണ്ട്. വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ പഠിക്കാനായിട്ടുണ്ട്, ടൂസ് കോംപ്ലിമെന്റ് അഡീഷൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ റെപ്രസെന്റേഷനിൽ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ദെൻ ഫ്രാക്ഷൻസിന്റെ വരുമ്പോൾ, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ വരുമ്പോൾ 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ വരാറുണ്ട്, അതുപോലെ 64 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ വരാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ എവിടെ പഠിക്കണം, ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുകളിൽ നിന്ന് കൂടുതലായിട്ടും പ്രോബ്ലംസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ചോദിക്കുന്നുണ്ട്. ഒരു നമ്പർ തന്നാൽ അതിനെ ഒക്ടലിൽ നിന്ന് ഹെക്സയിലോട്ടുള്ള കൺവേർഷൻസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഹെക്സയിൽ നിന്ന് ഒക്ടൽ റെപ്രസെന്റേഷനിലോട്ടുള്ള കൺവേർഷനും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, വീണ്ടും കൺവേർഷൻ ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. അതിനുശേഷം ബൈനറി കോഡഡ് ഡെസിമൽ BCD റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എന്നും നമ്മൾ നോക്കണം. ദെൻ സിമ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ വൺസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ, ടൂസ് കോംപ്ലിമെന്റ് വരും, അവിടെ സബ്ട്രാക്ഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രോബ്ലംസ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അടുത്ത മൊഡ്യൂളിലോട്ട് പോവാം. ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബേസിക്കലി നമുക്ക് അറിയാവുന്നതാണ്, കമ്പ്യൂട്ടർ സയൻസിൽ എപ്പോഴും നമ്മൾ പറയുന്നത് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ചാണ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. C++, പൈത്തൺ, ജാവ, ഇതെല്ലാം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്.
എങ്ങനെയാണ് ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കീവേഡ് എന്താണ്, ടോക്കൺ എന്താണ്, അവിടെ ഇന്റിജറിനെ എങ്ങനെ, അതായത് ഡിഫറെന്റ് ഡേറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കണം. ദെൻ അതിൽ വരുന്നതാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്. ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ്. ദെൻ അസംബ്ലി ലാംഗ്വേജും അതോടൊപ്പം തന്നെ മെഷീൻ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഒരു ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മെഷീൻ ലാംഗ്വേജിനെ എങ്ങനെയാണ് ബൈനറി കോഡിലോട്ട് അല്ലെങ്കിൽ ബൈനറി റെപ്രസെന്റേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകൾ ചെയ്യുവാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിംഗിന്റെ കൺസെപ്റ്റിൽ നമ്മൾ കമ്പൈലർ പഠിക്കും, ഇന്റർപ്രറ്റർ പഠിക്കും അല്ലെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ നോക്കേണ്ടതായിട്ടുമുണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് എന്നും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കെർണൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതിന്റെ ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെയൊക്കെ വരും, ഡിഫറെന്റ് ടൈപ്സ്, മൾട്ടി പ്രോസസർ വരും, മൾട്ടി പ്രോസസിംഗ് വരും, മൾട്ടി ടാസ്ക് വരും, ടൈം ഷെയറിംഗ് വരും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ബേസിക്കലി എന്തിനാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്ലിക്കേഷനും കൂടി ഇപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജിയും കൂടെ ടച്ച് ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ദെൻ കമ്പൈലർ, ഡിഫറെന്റ് കമ്പൈലേഴ്സ് ഏതൊക്കെയാണ്, എന്തിനാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്, കമ്പൈലറിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണ്, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും യൂസ് ചെയ്യുന്ന കമ്പൈലറുകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അസംബ്ലറും ഇന്റർപ്രറ്ററും നമുക്കറിയാം ഒരു ലാംഗ്വേജിനെ മറ്റൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് കമ്പൈലർ, അസംബ്ലർ ആൻഡ് ഇന്റർപ്രറ്റർ. ഇതിന്റെ ഫംഗ്ഷനാലിറ്റിയും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് യൂസ് ചെയ്യുന്ന കമ്പോണന്റ് അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജിന് യൂസ് ചെയ്യുന്നത് അസംബ്ലർ ആണോ, കമ്പൈലർ ആണോ, ഇന്റർപ്രറ്റർ ആണോ. പൈത്തണിന്റെ കേസിൽ നമുക്കറിയാം ഇന്റർപ്രറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സി പ്രോഗ്രാമിൽ നമ്മൾ കമ്പൈലർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം GCC എന്ന് പറയുന്ന ഒരു കമ്പൈലർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി എന്താണ് കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ആസ് എ വോൾ പ്രോഗ്രാം അത് എടുക്കുന്നു, അതിന് നമ്മൾ വോൾ പ്രോഗ്രാം ഒന്നിച്ച് അതിനെ കമ്പൈൽ ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം മറ്റൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നു. ഇന്റർപ്രറ്റർ എന്താണ് ചെയ്യുന്നത്, ലൈൻ ബൈ ലൈൻ ആണ് അവർ ചെയ്യുന്നത്. വോൾ പ്രോഗ്രാം ആസച്ച് അത് എടുക്കില്ല, ലൈൻ ബൈ ലൈൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ഈ കൺസെപ്റ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ടോപ്പിക്കുകളിൽ നിന്ന്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഇനി നോക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് ആണ്. പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ പറയാറുണ്ട് ലോജിക്ക് വേണം, അല്ലെങ്കിൽ ലോജിക്ക് ഉള്ളവർക്കേ നമുക്കത് ഒരു പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഒരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുന്നു, ഏത് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സപ്പോസ് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, പ്രോബ്ലത്തിനെ അനാലിസിസ് ചെയ്യണം അല്ലെ. ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ എങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ദെൻ ആ പ്രോബ്ലം അനാലിസിസ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ പ്രോബ്ലം, എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, ദെൻ സൊല്യൂഷൻ എന്താണ്. ദെൻ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അതിനെ ഒന്നായിട്ട് നമ്മൾ സോൾവ് ചെയ്യാതെ അതിനെ ചെറിയ ചെറിയ മൊഡ്യൂളുകൾ, സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സോ ബ്രേക്കിംഗ് എ പ്രോബ്ലം ഇൻടു സബ് പ്രോബ്ലം, ആ ടെക്നിക്ക് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ഓവർവ്യൂ ഓഫ് ദ സൊല്യൂഷൻ ടു ദ സബ് പ്രോബ്ലം ബൈ റൈറ്റിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. നമുക്കറിയാം ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ബേസിക് ഐഡിയ നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയ അൽഗോരിതം എഴുതാനായിട്ട് നമ്മൾ പറയും. ആ അൽഗോരിതത്തിൽ നിന്നാണ് നമ്മൾ പിന്നീട് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിന് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. സോ അൽഗോരിതത്തിന്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അൽഗോരിതം എങ്ങനെ എഴുതുന്നു, അൽഗോരിതം എന്താണ് എന്നുള്ളതും നമ്മൾ നോക്കുക. ദെൻ ഈ അൽഗോരിതത്തിനെ തന്നെ മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതാണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ ഓരോരോ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്ക്വയർ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓവൽ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡയമണ്ട് സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാരലോഗ്രാം സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ സിമ്പിളിന്റെയും മീനിങ് എന്താണ്, ദെൻ ഓരോ നോഡിനെയും കണക്ട് ചെയ്യുന്ന ലിങ്കുകൾ ഉണ്ട് അല്ലെ, ഇങ്ങനെ ഓരോ എഡ്ജുകൾ ഉണ്ട്, ഈ എഡ്ജിന്റെ മീനിങ് എന്താണ് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് പാർട്ട് 5 നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബേസിക്കലി
പ്രോഗ്രാമിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, കമ്പ്യൂട്ടറിലെ ഡേറ്റ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ ഈ സിലബസുകൾ കവർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സിസ്റ്റമാറ്റിക് വേയിൽ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു 1 വീക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം 2 വീക്ക് കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ 2 വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുന്നത്. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ സിലബസുകൾ ഈ പറഞ്ഞ രീതിയിൽ അതിന് ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്, എവിടെയാണ് പ്രോബ്ലം കൂടുതലായിട്ട് വരുന്നത്, തിയറി കൺസെപ്റ്റ് എവിടെയാണ് കൂടുതലായിട്ട് വരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അത് മനസ്സിലാക്കി ആ സിലബസിനനുസരിച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത് കാണുക, അതിന്റെ അനാലിസിസ് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് തന്നെ മനസ്സിലാകും. അപ്പൊ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നടക്കട്ടെ. Thank you all.